ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അല്ലലി കേട്ടതുകൊണ്ട് വായു വിസ്താരത്തിൽ തുറന്നു കൊണ്ടുകൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാവിലത്തെ സെക്ഷനിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് വ്യക്തമായും ശക്തമായും ഹല്ലേലൂയ ഇടപെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ വ്യക്തികളോട് ദൈവസഭയോടൊക്കെയുള്ള ദൂത് അഭിഷക്തനെ ശക്തമായി ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. അത് നമുക്ക് വലിയ അനുഗ്രഹമായി തീർന്നു, ഒരു വലിയ വിടുതലായി തീർന്നു. ഇന്ന് രാത്രികാലവും ദൈവദാസനെ ദൈവം ഹല്ലേലൂയ ശക്തമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു കാര്യം ഹല്ലേലൂയ ആമേൻ ആഗ്രഹിച്ചാൽ ഹല്ലേലൂയ അയച്ച കാര്യം നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥനപൂർവ്വം നമുക്കായിരിക്കാം. ആ കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ വന്ന് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥനയിൽ തിരകിത പ്രകാരം തിരുമേനിക്ക് പ്രസാദകരമായ രീതിയിൽ എന്നെ ഒന്ന് പണിയണമേ എന്നുള്ള യാചനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിടുതൽ, ദൈവസഭയിൽ ഒരു വലിയ വിടുതൽ, ഹല്ലേലൂയ. അനേക ആത്മാക്കൾ ഈ ദിവസങ്ങൾ രക്ഷിക്കപ്പെടുവാൻ ഒരു ദൈവപ്രവൃത്തി ദൈവം അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനം പറയുന്നത് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കണമെന്നുള്ളതാ. ഹല്ലേലൂയ. മുഖത്തിന് അമ്മിക്കേറുകളെ അഴിക്കുക എന്നുള്ളതാ. പീഡിതനെ സ്വതന്ത്രനായി വിട്ടയക്കുക എന്നുള്ളതാണ്. എല്ലാം മുഖത്തെയും തകർക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് പ്രസാദമായിട്ടുള്ളത് അത്തരം ഹല്ലേലൂയ വിടുതലുകളാണ്. ആ വിടുതലുകളെ ചെയ്യുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം നമ്മൾ കരങ്ങളടിച്ച് ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരങ്ങളടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതുപോലെ ഒരു വിടുതൽ, എല്ലാ കയറുകളെയും എല്ലാ മുഖങ്ങളെയും തകർക്കുന്ന ഒരു ഉപവാസം നിന്റെയും ജീവിതത്തിൽ സഭയെ മുന്നോട്ട് പോകുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ്, ആത്മാക്കളെ വിട്ടുതരില്ല എന്ന് പറഞ്ഞ്, അല്ലെ സ്ഥാനങ്ങൾ നടക്കുവാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ പോരാടി നിൽക്കുന്ന അന്യായ മണ്ഡലങ്ങൾ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവപ്രവൃത്തിയാൽ ആത്മാവിന്റെ ശക്തിയാൽ അഴിഞ്ഞു മാറട്ടെ. നമുക്ക് ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ വൈകുന്നേരം ഹല്ലേലൂയ പിന്നെയും ഹല്ലേലൂയ രാവിലെ സൂക്ഷിച്ച വിലയേറിയ ഭക്തനെ ജോബി വയനാട് പ്രിയ ദേവദാസനെ കർത്താവ് നമ്മുടെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് ശക്തമായി ദൈവം തൻ്റെ ദൂത് നമ്മൾ സംസാരിക്കാം. ശമൂവേലിനെ പോലെ നമ്മളെ ഒരു ശിശുവാക്കി കൊടുക്കാം. ദൈവത്തെ സന്നദ്ധിയിൽ ദൈവം പറഞ്ഞു, ശിശുവിനുക്കളെ പോലെ നിങ്ങൾ തിരിഞ്ഞു വരണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ സത്യമായി ദൈവരാജ്യത്തെ കടക്കില്ലെന്ന് കർത്താവ് പറഞ്ഞു. ശമൂവേൽ ബാലനെ പോലെ ആ ബാലൻ്റെ സ്വഭാവം, ശിശുവിൻ്റെ സ്വഭാവം കർത്താവായ ദൈവമേ അരുളി ചെയ്യണമേ അടിയങ്ങൾ കേൾക്കുന്നു എന്നുള്ള സമർപ്പണത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലയേറിയദാസൻ ഹല്ലേലൂയ കോളേജിൻ്റെതായ പഠിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാണ്. ആ ദൈവദാസനെ ഹല്ലേലൂയ കർത്താവിൻ്റെ ഏകടങ്ങളെ ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പബ്ലിക് പൊതു ശുശ്രൂഷകളിലും ഹല്ലേലൂയ പരസ്യങ്ങളിലും ഒക്കെ ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ദൈവദാസനെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അർദ്ധമായി ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്തു. കരവും ശബ്ദമുയർത്തി കർത്താവിന് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പ്രാവശ്യം കൂടി ശക്തിയോടെ കർത്താവിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട നാമം ഇന്ന് രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തുവിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയുടെ ഭൂപരപ്പിൽ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച് 21 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഈ 3-ാമത്തെ ദിവസം പകലിലും രാത്രിയിലും ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ പ്രത്യേകിച്ച് ക്ഷണിച്ച വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, എം എ വർഗീസ് പാസ്റ്റർ, മറ്റ് ആദരണീയരായ ദൈവഭൃത്യന്മാർ, എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയുടെ ആളങ്ങളിൽ നിങ്ങൾ തിരഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ പേരും കടന്നു വരുന്നു എങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങളെയും കുടുംബമായിട്ടും ഞങ്ങളുടെ ശുശ്രൂഷയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. സ്തോത്രം പറയാൻ ലഭ്യമാകുന്ന ഈ അവസരത്തിൽ നിങ്ങളെയും
ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരായതുകൊണ്ട് ആത്മാവിൽ ഒരുമിച്ച് നിങ്ങളെയും ഓർത്ത് ഞങ്ങൾ ആമേൻ പറയുമെന്ന പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾ, ദൈവദാസന്മാർ, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ എം എ വർഗീസ് പാസ്റ്റർ, അധ്യക്ഷപദം അലങ്കരിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ രാജീവ് പാസ്റ്റർ, ആമേൻ പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ, അനുഗ്രഹിക്കപ്പെട്ട കൊയർ, കടന്നു വന്നിരിക്കുന്ന സ്നേഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിലുള്ള എൻ്റെ ക്രൈസ്തവ അഭിവാദനം നിങ്ങളെ അറിയിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ 21 ദിവസം നമ്മൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. എല്ലാ ദിവസവും പകലിലും രാത്രിയിലുമെല്ലാം ആമേൻ ഉപവാസ പ്രാർത്ഥനകൾ നമ്മുടെ ആലയത്തിൽ നടക്കുന്നുണ്ട്. പാസ്റ്ററെ ഞങ്ങൾക്ക് നോട്ടീസൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പാസ്റ്ററെ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനിത് അനൗൺസ്മെൻറ്റ് പറയാൻ വേണ്ടി ഒന്നും എഴുന്നേറ്റതല്ല, ഒരു കാര്യവും കൂടി പറയാൻ വേണ്ടിയിട്ട് ആമേൻ എഴുന്നേറ്റതാണ്. അതിനുശേഷം വചന ശുശ്രൂഷ നടക്കും. നമ്മുടെ ഈ ഇരിക്കുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് കസേരകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. മിണ്ടുന്നില്ല. ഒരുപാട് കസേരകളൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നമുക്കറിയാം നമ്മുടെ സഹോദരങ്ങളൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റിതര മേഖലകളിലൊക്കെ പോകുന്നവരുണ്ട്. അവർ പൊക്കോട്ടെ, അവരെക്കുറിച്ച് നമുക്ക് ആകുലതയില്ല. നമ്മൾ അവർക്ക് ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ വളരെ ദുഃഖവും ദുരിതവും നമ്മളോട് പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ അയൽവക്കങ്ങളിലുണ്ട്. നമുക്ക് പോരുമ്പോൾ അവരെയും കൂടി കൂട്ടിക്കൊണ്ട് പോരാലോ. ഈ പെന്തക്കോസ് സഭയെന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ അവരോട് പറയണം, ഞങ്ങളുടെ ചർച്ചിൽ ഒരു 21 ദിവസത്തെ ഉപവാസം ക്രമീകരിച്ചിട്ടുണ്ട്. അത് നിങ്ങളെപ്പോലെയുള്ള ഞങ്ങളുടെ വാത്സല്യ സഹോദരങ്ങൾക്കും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഒരു സെക്ഷനിലെങ്കിലും നിങ്ങൾ കടന്നു വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. പാസ്റ്ററെ ഞങ്ങൾ തന്നെ വരുന്നത് വിഷമിച്ച വേണ്ടുന്നില്ല, ഞങ്ങൾ തന്നെ വരുന്നത് വിഷമിച്ച പേടിച്ച വരുന്നത്. വന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഞായറാഴ്ച സങ്കീർത്തന പ്രബോധനം അങ്ങ് മാറും, വചന ശുശ്രൂഷ വെളിപ്പെടുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ വരുന്നത്. അങ്ങനെ വരരുത്. പ്രത്യേകിച്ച് ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ കഴിയുമെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു എളിയ സഹോദരൻ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു, നിങ്ങളുടെ പരിസരങ്ങളിലുള്ള നിങ്ങളുടെ വീടിൻ്റെ അയൽവാസികളായിരിക്കുന്ന ഒരു സഹോദരിയെ, ഒരു സഹോദരനെ നിങ്ങളൊന്ന് ക്ഷണിക്കുക. നിങ്ങളൊന്ന് ക്ഷണിച്ച് നോക്ക്. ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നു, അവരെയും കൂടി നിങ്ങളൊന്ന് വിളിച്ചു നോക്ക്. അവർ വരുന്നെങ്കിൽ വരട്ടെ, വന്നാൽ അവർക്ക് വിടുതലാണ്. ഈ കാരാഗൃഹത്തിൻ്റെ അകത്ത് അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിച്ചു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നൊരു പദം, ആ സന്ദേശത്തോട് ഉപോത്ഫലകമായി ഞാൻ പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. അവർ പാടി ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ 4 സംഭവങ്ങൾ നടക്കുന്നുണ്ട്. 1, പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. 2, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. 3, വാതിലൊക്കെയും തുറന്നുപോയി. എൻ്റെ പ്രഭാഷണത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഏറ്റവും ഒടുവിൽ പറയേണ്ടത് സമയം കിട്ടാത്തതുകൊണ്ട് പ്രാരംഭത്തിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ആമേൻ. 4, ആമേൻ, എല്ലാവരുടെയും ചങ്ങലകൾ എന്ത് ചെയ്തു? അവിടെ എത്ര പേരുണ്ടായിരുന്നു? പാടി ആരാധിക്കാൻ എത്ര പേരുണ്ടായിരുന്നു? ഞാനും വർഗീസ് പാഷ, എം എ വർഗീസ് പാഷ മാത്രം ഇരുന്ന് പാടി ആരാധിച്ചിട്ട് അടുത്ത ഞായറാഴ്ച നമ്മൾ സാക്ഷ്യം പറയുമോ? ഞങ്ങളെല്ലാവരും പാടി ആരാധിച്ച് ചങ്ങല അടിഞ്ഞെന്ന് പറയുമോ പാസ്റ്റേ? അപ്പോൾ ചങ്ങല അവരുടെ 2 പേരുടെയും മാത്രമല്ല, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി ഞാൻ ദൈവസഭയോട് പറയുന്നു, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് മാത്രമല്ല ഈ ഉപവാസ പ്രാർത്ഥനയുടെ ശബ്ദം പുറത്തേക്ക് പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചാലും അടച്ചിട്ട വാതിലിൻ്റെ വിടവിലൂടെ ഈ ശബ്ദം പുറത്തേക്ക് ചെല്ലുമ്പോൾ കേൾക്കുന്നവർക്കും ഒരു വിടുതലാണ്. അവരുടെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ കൈകാലുകൾ കൂട്ടിക്കെട്ടി ചങ്ങലക്കിട്ട് പൂട്ടി ആമത്തിലിട്ടിരിക്കുന്നതിനെയും കൂടി വിടിവിക്കത്തക്ക നിലവാരത്തിൽ ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പാളയം PMG ചർച്ച് ആമേൻ സാക്ഷ്യം വഹിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പ്രാരംഭ സമയത്ത്
കരമടിച്ച് ആമേൻ എന്ന് പറയാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ പറയുന്നു, ഒരു വലിയ വിടുതലിൻ്റെ കാറ്റ്, ഒരു വലിയ വിടുതലിൻ്റെ അനുഭവം നമ്മുടെ പാളയത്തിൻ്റെ പ്രദേശത്ത്, നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ പ്രദേശത്ത്, നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിൽ, നമ്മുടെ അയൽവാസികളായിരിക്കുന്ന ജീവിതങ്ങളിൽ പോരാ, നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തളത്ത് മാത്രമല്ല, നിങ്ങളുടെ ഭവനത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവർക്കും ഇന്ന് രാത്രിയിൽ കൂടി ഒരു വലിയ വിടുതൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് യേശുവിന് നന്ദി പറയട്ടെ. 21 ദിവസം വെറുതെ വന്ന് വെറുതെ മടങ്ങിപ്പോയി. കുറെ പ്രസംഗങ്ങൾ കേട്ട്, കുറെ ആരാധനകൾ നടത്തി, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിച്ച് തമ്മിൽ സ്തോത്രം പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ദൈവസഭയോട് ഇന്ന് രാത്രിയിൽ പറയുന്നു, ഒരാത്മാവെങ്കിലും ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഈ ദേശത്ത് വിടുവിക്കപ്പെടണം. ഒരാത്മാവെങ്കിലും നമ്മുടെ ആലയത്തിൻ്റെ അകത്ത് ഓടിക്കയറണം. ഒരാത്മാവെങ്കിലും ഇതിൻ്റെ അകത്ത് വിടുതല പ്രാപിച്ച് കടന്നു വരണം. ഇല്ലെങ്കിൽ ദൈവമക്കളെ, 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന വെറുതെയായി പോകും കേട്ടോ, വെറുതെയാകും. ഈ ദേശത്തൊരു വിടുതൽ നടക്കണമെങ്കിൽ ഇന്ന് രാത്രിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം പറയുകയാ. ഞങ്ങളുടെ ആരാധന കൊണ്ട് ഈ പരിസര പ്രദേശത്ത് ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടിയ ചിലത്, ഞങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ചിലത്, ഞങ്ങളുടെ ശബ്ദം അരോസരമാണെന്നും ഞങ്ങളുടെ ശബ്ദം അസ്വസ്ഥതയാണെന്നും പറഞ്ഞ ചിലത് ഇതിന്റെ അകത്ത് ഓടിക്കയറുന്ന വലിയൊരു ആത്മ പകർച്ച വെളിപ്പെടട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന, ഈ ആലയം ഇവിടെ തുടങ്ങിയ സമയം മുതൽ ഇതിനോട് ആമേൻ വെച്ച് കെട്ടി വാത് കെട്ടി വല്ലാതെ ശബ്ദമാണെന്നും പറഞ്ഞ് നമുക്കെതിരെ തിരിഞ്ഞതിൻ്റെ മാനസാന്തരത്തിൻ്റെ ഉപവാസമാകണം. നല്ലൊരു ആമേൻ പറഞ്ഞേ. നിങ്ങൾ ശബ്ദമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. കാറ് കിട്ടുമെന്ന് പറയുമ്പോൾ സ്വോത്രം പറയാൻ ഇരിക്കരുത്. വീട് കിട്ടുമെന്ന് പറയുമ്പോൾ സ്വോത്രം പറയാൻ ഇരിക്കരുത്. ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിൽ തമ്പുരാൻ വീടും കാറും എല്ലാം തരും നമുക്ക്. അഭിഷക്തന്മാരെ, നമ്മുടെ ശുശ്രൂഷയ്ക്ക് മുൻപോട്ട് പോകാനുള്ള സകലവിധ ആരോഗ്യവും ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്വർഗം നമുക്ക് തരുമെന്നുള്ളത്. പക്ഷെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന പെന്തക്കോസുകാർക്ക് വേണ്ടി മാത്രമാകരുത്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ഇത് ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ ദേശത്തിന്റെ അകത്തു നിന്ന് ഒരാത്മാവ് വിടുതൽ പ്രാപിക്കണം. ഒരാത്മാവ് നിത്യതയ്ക്ക് അവകാശിയായി തീരണം. ഒരു വ്യക്തി സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ ഇതിന്റെ അകത്ത് കടന്നു വന്ന് ആത്മാവിൽ തീരുമാനമെടുക്കണം. എന്നോട് പരിഭവം വിചാരിക്കരുത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ അടിച്ച നോട്ടീസൊക്കെ വെറുതെ ആയിപ്പോയി. നമ്മൾ പട്ടിണി ഇരുന്നെന്നേ പറയാൻ പറ്റത്തുള്ളൂ. രാവിലെ ഞാൻ പറഞ്ഞതുപോലെ ഡയറ്റിങ് എടുത്തതുപോലെ ആയിപ്പോകും. ശരീരത്തിൻ്റെ കുറച്ച് വണ്ണം കുറച്ച് വല്ലാത്ത ചില അനുഭവത്തിലേക്ക് നമ്മൾ മാറും. അതിലും ഉപരിയായി ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഞാൻ പ്രവചനാത്മാവിൽ ഞാൻ പറയുകയാ, ഈ ദേശത്ത് നിന്ന് ഒരെണ്ണമെങ്കിലും മുങ്ങിപ്പൊങ്ങണമെന്ന്. ഒരെണ്ണമെങ്കിലും ഈ സ്നാനക്കുളത്തിൻ്റെ അകത്ത് മുക്കണമെന്ന് നമുക്ക് എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട്? കൊടികുത്തി നിൽക്കുന്ന ഏത് കുടിയിരിപ്പിൻ്റെ ശക്തികളാണെങ്കിലും ഏത് വാദഗതികളാണെങ്കിലും ഇന്ന് രാത്രിയിൽ അതിനെ നോക്കി ചങ്കൂറ്റത്തോടെ പറ, ഇന്ന് രാത്രി ചിലതിന് ഞങ്ങൾ നോട്ടമിട്ടിട്ടുണ്ട്, ചിലതിനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. അതിനെ ഇതിന്റെ അകത്ത് കൊണ്ടുവരും ഞങ്ങൾ. ദൈവദാസന്മാരെ, പരിശുദ്ധാത്മാവ് ചില നാളുകളായി ദേശത്ത് ചിലതിനെ നോട്ടമിട്ട് വെച്ചിട്ട്, പക്ഷെ നമ്മൾ അതിന് വഴിയൊരുക്കുന്നില്ല. നല്ലൊരു ആമേൻ പറഞ്ഞേ. തമ്പുരാൻ ചിലതിനെ നോട്ടമിട്ട് വെച്ചിട്ട് കുറച്ച് നാളായി, പക്ഷെ നമ്മളെ ഈ ദേശത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് തമ്പുരാൻ അത് ചെയ്യിപ്പിക്കത്തുള്ളൂ. നല്ലൊരു ആമേൻ പറഞ്ഞില്ല. അതുകൊണ്ട് നോട്ടമിട്ട് തമ്പുരാൻ വെച്ചതിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരും.
അതിനി ഏത് കൊടി കുത്തിയവൻ വന്നാലും, ഏത് കൊടി ഇവിടെ കുത്തിയാലും വിഷയമല്ല. ആമേൻ കുത്തിയ കൊടിയുടെ നടുവിലൂടെ കൊണ്ടുവന്ന് ഇതിൻ്റെ അകത്ത് മുക്കിപ്പൊക്കി ഇതിൻ്റെ അകത്തൊരു സാക്ഷ്യമായി നിർത്തുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കുക. വളരെ പരിചിതമായൊരു വേദഭാഗമാണ് വായിക്കുന്നത്. ബൈബിൾ എടുക്കാതെ തന്നെ, തുറക്കാതെ തന്നെ വായിക്കാൻ കഴിയുന്ന, അതറിയത്തില്ലെന്ന് പറഞ്ഞാൽ ഈ ഉപവാസ പ്രാർത്ഥന എംബോസിഷൻ കൊടുത്തിട്ടേ വിടാവുള്ളൂ. ആമീൻ. അതിനുള്ള വെള്ളപ്പേപ്പറും പേനയൊക്കെ ഞാൻ മേടിച്ചു തരാം. സ്തോത്രം. ആ വാക്യം അറിയത്തില്ലെങ്കിൽ ആമീൻ എംബോസിഷൻ എഴുതിക്കുക തന്നെ വേണം. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, വിൽക്കിൻസ് പാസ്റ്റർ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചോദിച്ചൊരു ചോദ്യം, ആമീൻ, നമ്മുടെ ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്നറിയാമോ? ഒച്ചയ്ക്ക് പറഞ്ഞേ. ഇത് പണ്ട് ഞാനൊരു സഭയിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചു എത്ര ബാധയുണ്ടെന്ന് ചോദിച്ചു. അന്നേരം ഒരു അച്ചായം പുറകെ ഇരുന്നിട്ട് പറയാം 11 ബാധയുണ്ടെന്ന്. എത്ര ബാധ? 11. പ്രസംഗമെല്ലാം കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് മനസ്സിലായ 10 ബൈബിളിൽ ഒരെണ്ണം ഈ പുള്ളിയായിരുന്നെന്ന്. മിണ്ടുന്നില്ല. അപ്പം നമ്മുടെ ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? 66 പുസ്തകമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അറിയാവുന്ന ഒരുപാട് പേര് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഒരു ചോദ്യവും കൂടി, 66 പുസ്തകത്തിൻ്റെ പേരറിയാവുന്നവരൊന്ന് കൈപൊക്കിക്ക്. പൊക്കണം. നമുക്ക് സൺഡേ സ്കൂൾ നടത്തിയാലോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സൺഡേ സ്കൂളങ്ങ് നടത്തിയാലോ? അതാ നല്ലത്. ആദ്യം പുസ്തകക്രമം പഠിച്ചിട്ട് പ്രസംഗിക്കുന്നതല്ലേ നല്ലത്. മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. നിങ്ങളൊരു ഹൈന്ദവ സഹോദരനോട് ചോദിക്കണം, അവർക്ക് എത്ര വേദങ്ങളുണ്ട്, എത്ര ഉപനിഷത്തുകളുണ്ട്, എത്ര ശ്ലോകങ്ങളുണ്ട്. ഇനി ഒന്നും കൂടി പറഞ്ഞാൽ, പിഞ്ചു കുഞ്ഞുങ്ങളായിരിക്കുന്ന 5 വയസ്സ് പ്രായമുള്ള തണുപ്പത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് ഓടിപ്പോകുന്ന ഇസ്ലാം മത വിശ്വാസിയുടെ കുഞ്ഞിനോട് ചോദിക്കണം, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ്റെ അകത്ത് എത്ര പുസ്തകങ്ങളും എത്ര ശ്ലോകങ്ങളും സ്തോത്രങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വള്ളി പുള്ളി തെറ്റാതെ എന്തു ചെയ്യും? പറയും. രക്ഷിക്കപ്പെട്ടിട്ട് 50 വർഷമായി, രക്ഷിക്കപ്പെട്ടിട്ട് 40 വർഷമായി, രക്ഷിക്കപ്പെട്ടിട്ട് 30 വർഷമായി. ബൈബിള് 250 രൂപ വില മുതൽ ആമീൻ 5000 രൂപ വിലയുള്ള ബൈബിളും പിടിച്ചുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 66 പുസ്തകമുണ്ടെന്ന് നമുക്കറിയാം. പുസ്തകത്തിൻ്റെ പേര് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ചിലർ പ്രസംഗിച്ച് ചിലർ വാക്യം ഈ പുസ്തകക്രമം പറഞ്ഞു വരുമ്പം ചിലപ്പം മത്തായി കാണത്തില്ല, ചെറിയ പ്രവാചകന്മാരെ ഒന്നും കാണത്തില്ല, ചിലവർക്കില്ല. കാരണം കിട്ടത്തില്ല. ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ ഞാൻ പറയുക, അടുത്ത ഞായറാഴ്ച മുതൽ ദൈവദാസന്മാരോട് പറയാം, അടുത്ത ഞായറാഴ്ച മുതൽ നമ്മുടെ പള്ളി സാക്ഷ്യം ഒന്ന് മാറ്റിയിട്ട് പുസ്തകക്രമം പറയിക്കുന്നത് നന്നായിരിക്കും. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എനിക്കറിയാം ശബ്ദം കുറയുമെന്ന്. സ്തോത്രം. കർത്താവ് നമ്മൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബൈബിൾ തുറക്കാതെ 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം കാണാതറിയുന്ന ഒരു കൈയൊന്ന് പൊക്കിയാട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം കാണാതറിയുന്നൊരു അമേൻ ആ കൈയൊന്ന് പൊക്കിയാട്ടെ. അറിയത്തില്ല എന്നെനിക്കറിയാവുന്നത് കൊണ്ട് ആ വാക്യം ഞാൻ തന്നെ പറയാം. 1 പത്രോസിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നത്. ഇത് ഈ സൈക്കിൾ പമ്പിന് കാറ്റടിക്കുന്നവരെ ഇവിടെ നിന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കാറ്റങ്ങ് കയറിക്കോളും. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ. ദൈവദാസന്മാരെ, ഈ വാക്യം നമ്മൾ മറക്കാൻ പാടുണ്ടോ? പാടില്ല. അച്ചായന്മാരെ മറക്കാൻ പാടുണ്ടോ? പാടില്ല. ഉണ്ടോ അമ്മമ്മമാരെ? ഇല്ല, മറക്കരുത്. കാരണം എന്താണെന്നറിയാമോ? ജീവിതത്തിൻ്റെ അകത്തളത്തിൽ അനുഭവിച്ചവരോട് ചോദിച്ചു നോക്കണം. ലോകത്തിൻ്റെ കരുതലുകൾ അസ്തമിച്ചു പോയപ്പോൾ സ്വർഗത്തിൻ്റെ കരുതലുകൾ തുറന്ന് പറന്നിറങ്ങി ഭവനത്തിൻ്റെ അകത്ത് വന്നത് നിരവധി ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടിക്കാണിയടിച്ച് 6 അടി മണ്ണിൻ്റെ അകത്ത് നീറിയൊടുങ്ങുവാൻ നിന്റെ ശരീരം വെമ്പൽ കൊണ്ടപ്പോൾ ആ ശരീരത്തിൻ്റെ അകത്ത് നിന്ന് ജീവൻ പ്രാണവായു പറന്നു പോകാൻ കൊതിയോടെ നിൽക്കുമ്പോൾ ആകാശമണ്ഡലങ്ങളുടെ അപ്രപാളികളെ കീറിമുറിച്ച് ഭവനത്തിൻ്റെ അകത്തളത്തിലേക്ക് പറന്നിറങ്ങി വന്ന ദൈവത്തിൻ്റെ കരുതലുണ്ടല്ലോ.
നിന്റെ ശ്വാസകോശത്തിൻ്റെ അകത്ത്, നിന്റെ അസ്ഥിമജ്ജകൾക്കകത്ത്, നിന്റെ നാഡി ഞരമ്പുകൾക്കകത്ത് പറന്നിറങ്ങി നഷ്ടപ്പെട്ടു പോയ ജീവനെ മടക്കി തന്ന ഒരു ദൈവത്തിന്റെ കരുതൽ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി മറന്നു പോകരുത്. ആ ദൈവത്തിന് ആമേൻ പറയാൻ. എൻ്റെ ആയുസ്സിനെ അവൻ കരുതിയ ദൈവമാ, എൻ്റെ ആരോഗ്യത്തെ അവൻ കരുതിയ ദൈവമാ, ഞങ്ങൾക്കുള്ള സകലതിനെയും അവൻ കരുതിയ ദൈവമത്രേ. കരം ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പത്രോസ്ലീഹ ദൈവസഭയോട് പ്രബോധിപ്പിക്കുന്ന ഒരു സന്ദേശമാണ്. ആ ഭാഗം വേഗത്തിൽ അടർത്തിയെടുത്ത് കരുതുന്ന ദൈവം എന്ന ചിന്താവിഷയം നിങ്ങളുടെ ചിന്തകൾക്ക് ആമേൻ കോറിയിട്ടുകൊണ്ട് വേഗത്തിൽ എൻ്റെ സന്ദേശത്തിലേക്ക് മടങ്ങി വരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ ദൈവസഭയിൽ അനുഭവിച്ച വേദനാജനകമായ പ്രതിസന്ധികൾ, ഇല്ലായ്മകൾ കണ്ടുകൊണ്ട് പത്രോസ്ലീഹ സഭയിലെ മൂപ്പന്മാരോട് പറയുന്ന ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്താ? എൻ്റെ പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഭാരപ്പെടേണ്ട. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്ന് ശ്രേഷ്ഠകരമായി നിങ്ങളെ നടത്തുവാൻ ശക്തനാണ്. ഇന്നലകളിൽ കരുതിയ ദൈവം ഇന്നലെ കരുതിയതുപോലെയല്ല, ഇന്ന് ശ്രേഷ്ഠകരമായി കരുതുവാൻ കരുത്തുള്ള ദൈവമാണ്. ഇന്നലകളിൽ നമുക്ക് നൽകിയ ദൈവമുണ്ടല്ലോ. ആമേൻ. ഇന്നത്തെ ദാരിദ്ര്യം കണ്ട്, ഇന്നത്തെ ഇല്ലായ്മ കണ്ട് നിങ്ങൾ കരയണ്ട, ഭാരപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടി സകലതും നൽകുവാൻ, സകലതും കരുതുവാൻ കരുത്തുള്ള ദൈവമാ. കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കളോട് ആത്മാവിലൊരു സന്ദേശം ഞാൻ പറയാം. തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് ഭാവി അസ്തമിച്ചു പോയെന്ന് വിധി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ഞാൻ പറയുന്നു, ഇല്ല കേട്ടോ. ഇന്നലകളിൽ ചെയ്ത വാഗ്ദത്തം, ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദത്തം അവൻ കരുതുവാൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ. അവൻ നിന്റെ തലമുറകൾക്ക് വേണ്ടി ചില ദൈവിക കരുതലുകൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ. ആശീർവാദം പറയുന്നതിന് മുൻപ് ചില ദൈവിക കരുതലുകൾ നിന്റെ ഭവനത്തിൻ്റെ അകത്തളത്തിൽ പറന്നിറങ്ങി വരുന്നത് അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഈ ആലയത്തിൻ്റെ അകത്ത് ഇന്ന് ആമേൻ രാത്രിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കരമടിക്കാൻ മറന്നു പോകരുത്, സ്തോത്രം പറയാൻ മറന്നു പോകരുത്. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ചില നന്മകൾ അവൻ കരുതിക്കൊണ്ടിരിക്കുകയാണ്. ശ്രേഷ്ഠകരമായ ചില കരുതലുകൾ ഞങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ അവൻ ഇന്ന് രാത്രിയിലും കരുതുന്നുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭാവി അസ്ഥാനത്തായെങ്കിലും, ഭാവി അസ്തമിച്ചു പോയെങ്കിലും ആമേൻ ഇനി നടക്കത്തില്ല, ആമേൻ ഇവിടം കൊണ്ട് സകലം തീർന്നു എന്ന് വിധി എഴുതി വെച്ച് അതേ വിധി പകർപ്പിന്റെ മുകളിലേക്ക് സ്വർഗത്തിലെ ദൈവം സൈൻ മാറ്റിയിട്ടെങ്കിൽ, സീല് മാറ്റിവെച്ചെങ്കിൽ അത് ഇന്ന് രാത്രി സംഭവിക്കുവാൻ പോകുകയാ. ഒറ്റ രാത്രി വെളുക്കുന്നതിന് മുൻപ് ദാനിയേലിന്റെ ജീവിതത്തിൽ എഴുതി വെച്ച തീർപ്പിനെ മാറ്റി എഴുതിയ സ്വർഗത്തിലെ ദൈവം നിന്റെ തലമുറകളുടെ ജീവിതത്തിലെ ചില തീർപ്പിനെ മാറ്റി എഴുതുവാൻ പോകുകയാ. ഈ ഉപവാസം വെറുതെയാകരുത്, ഈ പ്രാർത്ഥനകൾ വെറുതെയാകരുത്. 21 ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ചില വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ, ചില പ്രപ്പോസലുകൾ, അനുഗ്രഹിക്കപ്പെട്ട ചില ആലോചനകൾ, അനുഗ്രഹിക്കപ്പെട്ട ചില കുടുംബ ജീവിതത്തിന്റെ പ്രാരംഭ ഘട്ടങ്ങൾ ദൈവസഭയ്ക്കകത്ത് നടക്കണം. ചില അഭിഷക്തന്മാർ ചില തലമുറകളുടെ തലയിൽ കരം വെച്ച് ആത്മനിറവിൽ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹ പ്രാർത്ഥനകൾ വെളിപ്പെട്ടു വരട്ടെ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയുകയാ, ഈ ഉപവാസം അവസാനിക്കുന്നതിന് മുമ്പ് ചില പ്രപ്പോസലുകൾ വരും ദൈവദാസനെ. അടങ്ങി മടക്കി വെച്ചിരിക്കുന്ന ചില പേപ്പറുകൾ തുറന്നുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ചില പ്രപ്പോസലുകൾ തലമുറകൾക്ക് വരുമെന്ന് എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഏതൊക്കെ കടുങ്കെട്ടിട്ട് കെട്ടിവെച്ചാലും, ഏതൊക്കെ പേപ്പറുകൾ മടക്കി വെച്ചാലും, ഏതൊക്കെ വെയിറ്റുള്ള സാധനങ്ങൾ മടക്കി വെച്ച പേപ്പറിൻ്റെ മുകളിൽ വെച്ചാലും അഭിമാനത്തോടെ ആത്മനിറവിൽ ഞാൻ പറയുന്നു, അതിനെ പൊളിച്ചു മാറ്റിക്കൊണ്ട് ദാനിയേലിന് വേണ്ടി ആമേൻ തീർപ്പ് മാറ്റി എഴുതിയ സ്വർഗത്തിന്റെ തീർപ്പ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട്. അതൊരു ദൈവിക കരുതലാണ്, അതൊരു ദൈവിക അടയാളമാണ്, അതൊരു ദൈവിക അത്ഭുതമാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ആലയത്തിന്റെ അകത്തൊരു സാക്ഷ്യമായി 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 അത് വെളിപ്പെട്ടു വരണം, വെളിപ്പെട്ടു വരണം.
ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രാർത്ഥന നടക്കുന്നുണ്ട്. രാത്രി 10:15 മുതൽ 11:15 വരെയുള്ള സമയത്ത് ഗൂഗിൾ മീറ്റിൽ ചില സഹോദരങ്ങൾ അതിൻ്റെ അകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം ഞാൻ വെറുതെ പറയുന്നതല്ല. അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്ന ചില സഹോദരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പ്രാരംഭത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയം എന്താണെന്നറിയാമോ? തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. 4 കാര്യം ജോബിൻ ബാസേ. 1, അവരുടെ വിദ്യാഭ്യാസം. 2, അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവി. 3, വിവാഹം നടക്കാത്ത ആൺകുഞ്ഞുങ്ങളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും വിവാഹം നടക്കുവാൻ വേണ്ടി. ഇത് ചുമ്മാ പറയുന്നതല്ല. 4, ലഹരിക്കടിമപ്പെട്ടു പോയ തലമുറകൾ, ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയ തലമുറകൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ ചില നാളുകളായി ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിലും ഞങ്ങൾ പ്രാർത്ഥിക്കും 10:15. പക്ഷെ ഒരു കാര്യം പറയാം, നടന്നില്ലെന്നോർത്ത് ഞങ്ങൾ പ്രാർത്ഥന നിർത്തിയിട്ടില്ല. പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ദൈവം ചില തെളിവുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് സാക്ഷ്യം പറയത്തക്ക നിലവാരത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ വരികൾ എഴുതി ചേർത്തത് ആത്മാവിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അതേ നിറഞ്ഞ സാന്നിധ്യത്തിൽ ഞാൻ പറയുകയാ, 21 ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ചില പ്രപ്പോസലുകൾ തലമുറയ്ക്ക് വേണ്ടി ദൈവം എഴുതി ചേർക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ഇത് പാഴ്വാക്ക് പറഞ്ഞതല്ല, ഇത് പൊളിവാക്ക് പറഞ്ഞതല്ല. സ്റ്റേജ് കിട്ടിയത് കൊണ്ട് പ്രകസനമല്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ചില അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസലുകൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അനുയോജ്യമായ ചില ആലോചനകൾ ഇതിന്റെ അകത്ത് വെളിപ്പെട്ടു വരുമെന്ന്. ഹല്ലേലൂയ. പത്രോസ്ലീഹ പറയുക, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങൾ പ്രയാസപ്പെടണ്ട. നിങ്ങളുടെ ചിന്തകൾ എന്താ? നിങ്ങളുടെ ആകുലതകൾ എന്താ? നിങ്ങൾ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആ ചിന്തയ്ക്ക് വിരാമമിടാൻ സമയമായെന്ന്. കാരണം അത് നിങ്ങൾ ഇറക്കി വെക്കാൻ കരുത്തുള്ളവൻ ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടെന്ന്. സഹോദരങ്ങളും മാതാപിതാക്കൾക്കും ചുമക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഒരിക്കലും തളരാത്ത ചുമലുമായി ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സകല ചിന്തകളും എൻ്റെ സകല ഭാരങ്ങളും ചുമക്കാൻ കരുത്തുള്ള ചുമലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാനത് ഇറക്കി വെക്കുകയാ. സകലമല്ല, മറിച്ച് സകല ചിന്താകൂലവും ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ യേശുവിൻ്റെ ചുമലിൽ ഈ ഇറക്കി വെക്കുകയാ. മുഴുലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി പച്ച പൈൻമരം കുരിശ് ചുമന്നുകൊണ്ട് നടന്നവന് എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾ ചുമക്കാൻ അവന് ഭാരമില്ല. അവനത് ചുമക്കുക തന്നെ ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട അഭിഷേകത്തിൻ്റെ കരാങ്കുലികളിൽ ആലേഖനം ചെയ്യപ്പെട്ട തിരുവചനത്തിൻ്റെ സന്ദേശം ഇന്ന് രാത്രിയിൽ നമ്മൾ ആലയത്തിൽ വിളംബരം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിനൊരാശ്വാസമായി മാറട്ടെ എന്ന് അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയോടെ എൻ്റെ പ്രഭാഷണത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. പത്രോസ്ലീഹയോട് ചോദിക്കണം, എന്തുകൊണ്ടാണ് ഈ വേദഭാഗം ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്? അതറിയണമെങ്കിൽ പത്രോസ്ലീഹയുടെ ജീവിതത്തിൻ്റെ അകത്ത് യേശു കർത്താവ് നൽകിയ ചില അനുഗ്രഹിക്കപ്പെട്ട ദൈവിക കരുതലുകളെ കുറിച്ച് നമ്മൾ അറിയണം. അങ്ങനെ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ എഴുതി വച്ചിരിക്കുന്ന ലേഖനത്തിനും ഈ എഴുതി വച്ചിരിക്കുന്ന സന്ദേശത്തിനും നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മളൊരു മോട്ടിവേഷൻ പറയുന്നത്? എന്തുകൊണ്ട് ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ ദൈവാലയത്തിൽ പറയുന്നത്? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ, ടെസ്റ്റ് മണികളൊക്കെ നമ്മുടെ ആലയത്തിൻ്റെ അകത്ത് പലകുറി നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് വെറുതെ കേട്ട് സ്വോത്രം പറഞ്ഞ് അവർക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞു പോകാനല്ല, മറിച്ച് കേൾക്കുന്നവർക്ക് അതൊരു പ്രയോജനവും ഉണ്ടാകണം. വേണ്ടുന്നില്ല. അല്ലാതെ എല്ലാ ഞായറാഴ്ചയും 1/2 കിലോ പഞ്ചസാരയുടെയും 50 കാപ്പിപ്പൊടിയുടെയും 100 ചായപ്പൊടിയുടെയും 500 വെളിച്ചെണ്ണയുടെയും മണ്ണെണ്ണയുടെയും സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നേ. സാക്ഷ്യത്തിനൊക്കെ ഒരു വ്യത്യാസം വരണം. നമ്മുടെ സാക്ഷ്യം കേട്ടുകൊണ്ട് അടുത്തിരിക്കുന്നവർ ആത്മനിറവിൽ അവരുടെ അനുഭവിക്കുന്ന വേദനകൾക്ക് നമ്മുടെ സാക്ഷ്യത്തിലൂടെ ഒരു വിരാമമുണ്ടാകണം.
അതുകൊണ്ടാണ് പത്രോസ്ലീഹ ഈ ഭാഗം ഇങ്ങനെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. ആ സന്ദേശത്തിലേക്ക് ഓടി വരാം, ശ്രദ്ധിച്ച് കേൾക്കണം. വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹായും തൻ്റെ ശിഷ്യന്മാരും കൂടി ഒരിക്കൽ കടലുകളും പടകുകളും കയറിയിറങ്ങി, മലകളും മലമടക്കുകളും കയറിയിറങ്ങി, വഴിത്താരകളിലും സഞ്ചാരപഥങ്ങളിലൂടെ കടന്നു വന്ന് പട്ടണങ്ങളും ദേശങ്ങളും ഗ്രാമങ്ങളിലുമെല്ലാം സുവിശേഷീകരിച്ചുകൊണ്ട് വാഴ്ത്തപ്പെട്ട ഈശോ മിശിഹായും തൻ്റെ ശിഷ്യന്മാരും കടന്നു വരുന്നൊരു സമയം. ആ സമയം അവർ കടന്നു വന്ന് നിന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഫിലിപ്പിൻ്റെ കൈസരി എന്ന് പറയുന്നത്. ഫിലിപ്പിൻ്റെ കൈസരിയുടെ അതിരോളം എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ സംഭവ ബഹുലമായ അതിപ്രധാനമായ ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഫിലിപ്പിൻ്റെ കൈസരിയുടെ അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെ നിൽക്കുന്ന രാജകിങ്കരന്മാരോട്, പടയാളികളോട് ഒരു അനുവാദം മേടിക്കണം. അനുവാദം മേടിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവിടെ കടന്നു വന്ന് ഈ ബിംബത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് അവർ പറയേണ്ടുന്ന പദം ഇതാണ്: ഈ നിൽക്കുന്ന ഫിലിപ്പിൻ്റെ ബിംബമുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ രക്ഷിതാവാണ്, ഇത് ഞങ്ങളുടെ രാജാവാണ്, ഇത് ഞങ്ങളുടെ കർത്താവാണ്, ഇത് ഞങ്ങളുടെ ദൈവമാണെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് കഴിയുമ്പോൾ കൈസരിക്കകത്തേക്ക് പ്രവേശിക്കുവാനുള്ള പ്രവേശന അനുമതി ലഭ്യമാകും. മനസ്സിലാകുന്നുണ്ടോ? ഉയർന്നു നിൽക്കുന്ന ഈ വാദഗതി, ഉയർന്നു നിൽക്കുന്ന ദേശാധിപതിയുടെ ബിംബം, ഉയർന്നു നിൽക്കുന്ന ഫിലിപ്പിൻ്റെ ബിംബത്തെ കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകൾ അകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി അനുമതി മേടിക്കുന്നത് ഇത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയണമെന്ന്, ഇത് ഞങ്ങളുടെ രാജാവാണെന്ന്, ഇത് ഞങ്ങളുടെ രക്ഷിതാവാണെന്ന്, ഇത് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണെന്ന്. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ പറയുന്ന പദം യേശു കർത്താവ് ഇതിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവർ അനുമതി ലഭിച്ച അകത്തേക്ക് പോകുന്നത് യേശു കർത്താവ് ഇത് കണ്ടുകൊണ്ട് ഇതിൻ്റെ അരികിൽ നിൽക്കുകയാണ്. യേശു അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയില്ല. ഉണ്ടാക്കിയോ? ഇല്ല. യേശു ഉണ്ടാക്കാത്ത വഴക്ക് പിന്നെ നമ്മുടെ ഇടയിൽ എങ്ങനെ വന്നെന്ന് എനിക്ക് മനസ്സിലാകാത്ത. യേശുവിനില്ലാത്ത നിയമമാണ് നമ്മുടെ സഭയിലൊക്കെ വന്നേക്കുന്നത്. യേശുവിനില്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ ദൈവസഭയ്ക്കകത്തൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നുദിച്ചിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. യേശു അവിടെ കിടന്നിട്ട്, എടാ ഞാനാ രക്ഷിതാവ്, ഇതല്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത പണി എന്ത് ചെയ്യരുത്, എന്നെയാ രക്ഷിതാവെന്നും പറഞ്ഞ് യേശു അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയോ? യേശു വഴക്കുണ്ടാക്കാത്ത കാര്യങ്ങൾക്കൊക്കെ പിന്നെ നമ്മൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? എന്നെ മാനിച്ചില്ല, എനിക്ക് മാത്രം അവസരം തന്നില്ല, എൻ്റെ പേര് മാത്രം പറഞ്ഞില്ല, പിന്നെ അങ്ങോട്ട് മുഖം വീർപ്പിച്ചിരിക്കുക. ചിലതിനൊക്കെ അങ്ങ് ചിലതൊക്കെ അങ്ങ് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അങ്ങ് മുഖവും വീർപ്പിച്ച് പിന്നെ 10-50 വർഷമായിട്ട് പിണങ്ങിയിരിക്കുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ നടന്ന സംഭവമാണ്. പിന്നെ കർത്തൃമേശ എടുക്കുകയില്ല, പിന്നെ കണ്ട സ്വോത്രം കൊടുക്കുകയില്ല, ഉപവാസം കഴിയുന്നതിനും ആരാധന കഴിയുന്നതിന് മുമ്പേ വാതിലും വലിച്ചു തുറന്ന് ഒരൊറ്റ പോക്ക്, ഒരൊറ്റ അടയ്ക്കലും. ചില ആളുകളൊക്കെ വന്നിരുന്ന് ദേഷ്യം തീർക്കുന്ന കസേരയില, ഇങ്ങോട്ടൊരു വലി, അങ്ങോട്ടൊരു ഇടി, അടുത്തിരിക്കുന്ന കസേരക്കിട്ട്. അച്ചായൻ്റെ ഇടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കസേര കൊണ്ട് എന്ത് ചെയ്യുന്നത്. യേശു ഉണ്ടാക്കാത്ത വഴക്ക് നമ്മൾ എന്തിനാണ് ഉണ്ടാക്കുന്നത്? യേശുവിനില്ലാത്ത വിഷയം നമുക്കെന്തിനാ? യേശുവിനില്ലാത്ത നിയമം നമ്മൾ എന്തിനാ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നേ? നിങ്ങളിവിടെ ഉണ്ടല്ലോ, രക്തത്താൽ ജയമെടുക്കുകയാണ്. നമ്മുടെ സഭയ്ക്കകത്ത്, നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ നമ്മളിൽ യേശുവിൻ്റെ നിയമവും യേശുവിൻ്റെ സ്വഭാവവും മാത്രം മതി. യേശുവിന് വേണ്ടാത്തതൊന്നും നമുക്ക് വേണ്ട. യേശുവിനില്ലാത്ത സ്വഭാവമൊന്നും എക്സ്ട്രാ നമ്മൾ കൊണ്ടുവരണ്ട. യേശു എഴുതി വെക്കാത്ത നിയമങ്ങളൊന്നും നമ്മുടെ ഇടയിൽ കൊണ്ടുവരരുത്. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ്. യേശു അവിടെ നിന്ന് വഴക്കുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി, ഞാൻ ഈ പരിപാടിക്കില്ല, ഞാൻ പോവുക, ഞാൻ നോക്കട്ടെ, ഇതിലും നല്ലത് അപ്പുറത്തായിരുന്നു. ഒരു ചെറിയ പ്രശ്നം വന്നാൽ ആ പാസ് ഞങ്ങളിനിയിപ്പം ഇവിടെ എന്ത് ചെയ്യത്തില്ല, ഏതോ ടിസഡ് വരെ ഉള്ളത് കൊണ്ട് പിന്നെ പേടിക്കണ്ട, എവിടെ വേണേലും ചെന്ന് കയറാം.
ഇവിടുന്ന് പോകുമ്പോൾ ഓർത്തോണം, എൻ്റെ ഭാഷ ഞാൻ പറയാം, ഒടുക്കത്തെ പോക്കായിരിക്കുമെന്ന്. കരമുയർത്തിയൊരു സ്തോത്രം പറയണേ. നിങ്ങളുടെ മൗനത കാണുമ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത വന്ന പോലെയായിപ്പോയി. സ്തോത്രം. യേശു അവിടുന്ന് പിണങ്ങിപ്പോയോ? ഇത് രക്ഷിതാവാണെന്ന്. അപ്പം ഞാൻ രക്ഷിതാവാണെന്നാണല്ലോ മാലാഖമാരല്ലോ ആർത്തു പറഞ്ഞത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തിപ്പാടി. എന്താ പാടിയേ? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക്. നല്ലൊരു സ്തോത്രം പറ. അപ്പൊ യേശുവിന് വേണേ പറയാം, അങ്ങനെയൊന്നും പറയരുത്. ഇതല്ല ദൈവം, ഇതല്ല രക്ഷിതാവ്, ഇതല്ല വീണ്ടെടുപ്പുകാരൻ. ഞാനാ വീണ്ടെടുപ്പുകാരൻ. എന്നെ നമിച്ചിട്ട് വേണം അകത്തേക്ക് പോകാൻ. യേശു അവിടെ കിടന്നൊരു പ്രശ്നം ഉണ്ടാക്കാതെ, യേശുവിൻ്റെ ചോദ്യം വളരെ വ്യത്യസ്തമാണ്. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഐ ആം ഡിഫറൻറ്റ്, ഐ ലൈക്ക് ഡിഫറൻറ്റ്. ഞാനൊരു വ്യത്യസ്തനാണ്. ഞാൻ വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. കരമുയർത്തി രാമയും പറഞ്ഞാട്ടെ. യേശു ഒരു വ്യത്യസ്തനാണ്. യേശു വ്യത്യസ്തത മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. എന്താ? യേശു ശാന്തമായിട്ട് തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, അല്ലയോ ശിഷ്യവൃന്ദങ്ങളെ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ? ചോദിച്ചു. ഈ ജനം പറയുന്നു ഇത് രക്ഷിതാവാണെന്ന്, ഇത് കർത്താവാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ആരെന്നാണ് ഈ ജനം പറയുന്നത്? എന്നെക്കുറിച്ച് ഈ ജനത്തിൻ്റെ ആമേൻ ഉത്തരം എന്താണ്? ഞാൻ ആരെന്നാ ഈ ജനം പറയുന്നേ? ശിഷ്യന്മാർ ഓരോന്ന് മറുപടി പറയാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, നീ ഇരമ്യാവെന്ന്. ചിലരെന്ത് ചെയ്യുന്നു? ചിലർ പറഞ്ഞു നീ ഏലിയാവെന്ന്. ചിലരെന്ത് ചെയ്യുന്നു? ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനെന്ന്. ചിലരെന്ത് ചെയ്യുന്നു? ചിലർ പറയുന്നു നീ പ്രവാചകനെന്ന്. എന്ത് ചെയ്യുന്നു? നമ്മുടെയൊക്കെ ഭാഷയിലാണെങ്കിൽ നമ്മളെപ്പറ്റി അങ്ങനെ ഒന്ന് പറഞ്ഞാൽ അത്യാവശ്യമൊക്കെ ഒന്ന്, പിന്നെ പേരിൻ്റെ മുറിയൊക്കെ ഒന്ന് മാറ്റി, പാസ്റ്റർ എന്നുള്ള പദമൊക്കെ മാറ്റി, പിന്നെ അങ്ങ് റെവറൻഡ് ആകും. 4 പേരല്ലേ കിട്ടിയത്. ഞാൻ ഇത്രയും വലിയ പുള്ളിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ യേശു ഇച്ചിരി പൊങ്ങി എന്ന് നിന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, മതി, ഇനി ഇതിൽ കൂടുതൽ കേട്ടാൽ ചിലപ്പോൾ എനിക്ക് ബോധക്കേട് ഉണ്ടാകും. പറഞ്ഞോ? ഇല്ല. യേശുവിൻ്റെ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോണം. അതിൻ്റെ അകത്തൊന്ന് ഞാൻ കയറി അങ്ങ് പറയാം. യേശു പറഞ്ഞു, മതി, ഇനി നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഇനി ഇത് പറയുന്നത് ശരിയുള്ള കാര്യമല്ല. എനിക്കറിയാം നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന്. കാരണം കൂടെ നടന്നിട്ടും യേശുവിനെ പറ്റി അന്വേഷിക്കാൻ ഇവർക്ക് നേരമില്ലായിരുന്നു. നാട്ടുകാർ പറയുന്നത് മൊത്തം കേട്ടോണ്ട് നടക്കുക. ഇനി അടുത്തൊരു ചോദ്യം യേശുവിന്. അവർ പറയുന്നതും ഇവർ പറയുന്നതും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒപ്പം നടക്കുന്ന ശിഷ്യവൃന്ദങ്ങളോട് ചോദിക്കുകയാ, അല്ലയോ ശിഷ്യവൃന്ദങ്ങളെ, അവര് പറയുന്നതല്ല എനിക്ക് വിഷയം. ഇന്നലകളിൽ എൻ്റെ കൂടെ നടന്ന നിങ്ങൾ, അത്ഭുതങ്ങൾ കണ്ട നിങ്ങൾ, അടയാളങ്ങൾ കണ്ട നിങ്ങൾ, കുഷ്ഠരോഗികളെ തൊട്ടു സുഖപ്പെടുത്തുന്നത് കണ്ട നിങ്ങൾ, മരിച്ചവർ ഉയർക്കത്തക്ക നിലവാരത്തിൽ ആത്മാവിൻ്റെ സന്ദേശം പുറത്തേക്ക് ഒഴുകപ്പെടുന്നത് കണ്ട നിങ്ങൾ, എന്നെക്കുറിച്ച് എന്താ പറയുന്നത്? ഞാൻ ആരെന്നാ നിങ്ങൾ പറയുന്നേ? അച്ഛാ, കുറച്ച് മുമ്പ് 4 പേര് ഷടാ മറുപടി പറഞ്ഞേ. ഒറ്റ ഒരെണ്ണം വാ തുറന്നില്ല. ഇതാ പ്രശ്നം. 21 ദിവസം ഉപവാസവും കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ചോദിച്ചു നോക്കിക്കേ, അമ്മാമ്മയെ കഷ്ടത മാറിയോ? അതാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് നോക്കിയാൽ പിന്നെ അവരുടെ മുഖം കാണണം. നിങ്ങൾ എന്നോട് പിണങ്ങുമെന്ന് എനിക്കറിയാം. സ്തോത്രം. കഷ്ടത മാറിയോ പാസ്റ്റേ? പിറ്റേ ഞായറാഴ്ചത്തെ സാക്ഷ്യം എന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉപവാസം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. എങ്കിലും ചില പ്രയാസങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജീവിതത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് ദൈവദാസൻ്റെയും ദൈവസഭയുടെയും പ്രാർത്ഥന വീണ്ടും ആ പദം എടുത്തു പറയും. വീണ്ടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ചോദിക്കുന്നു. പ്രത്യേകിച്ച് കടന്നു വന്ന ദൈവദാസന് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? 21 ദിവസം കഴിഞ്ഞ് 22ാമത്തെ ദിവസം ആലയത്തിൽ വന്നപ്പോൾ ഉള്ള സാക്ഷ്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ ഇരുന്നു, യേശുവിൻ്റെ ഒപ്പം സഞ്ചരിച്ചു, യേശുവിനോട് സംസാരിച്ചു, യേശുവിൻ്റെ കരത്തിൽ പിടിച്ചു, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടു, യേശു ചെയ്യുന്ന അടയാളങ്ങൾ കണ്ടു. ആ ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്നാണ് പറയുന്നത്? രാത്രിയിൽ PMG ചർച്ചിൽ കടന്നു വന്ന ദൈവമക്കളോട്, പുറത്തുള്ളവരോടല്ലല്ലോ, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കുകയാ. ആമേൻ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അവസാനിക്കാറായിരിക്കുകയല്ലേ? ഇന്ന് രാത്രിയിൽ ഈ സെക്ഷൻ ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ മൈക്ക് ഞാൻ നിങ്ങളുടെ കയ്യിലേക്കൊന്ന് തരാം. നിങ്ങളൊന്ന് പറഞ്ഞ് യേശു നിങ്ങൾക്ക് ആരാണെന്നുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ യേശു എന്താണ് ചെയ്തതെന്നുള്ളത്, യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ സാക്ഷ്യം പറയാനെന്നുള്ളത്, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ നൽകിയ വിടുതലുകളെ കുറിച്ച് എത്രയധികം പറയാനുണ്ടെന്ന്, യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യവും യേശു എനിക്ക് ആരാണെന്നുള്ളതും ഇന്ന് രാത്രി പറയാൻ ചങ്കൂറ്റമുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ സ്തോത്രം പറയുകയാ. ദൈവമക്കളെ, യേശുവിനെ വെറുതെ നമ്മൾ കാണരുത്. യേശു വെറുതെ വഴിയെ പോയ ഒരു വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതാൻ ആകാശമണ്ഡലങ്ങളെ വിട്ടിറങ്ങി എൻ്റെയും നിങ്ങളുടെയും അരികിലൂടെ അവൻ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിമാന പുരസ്കരം പറയുന്നു, നിന്റെ വേദനകൾക്ക് വിരാമമിടുവാൻ ഉലകത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു അവതാരമുണ്ടെങ്കിൽ അവന്റെ പേരത്രേ നസ്രയനായ യേശു ക്രിസ്തു. സ്തോത്രം. ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യത്തിന് ഒരെണ്ണത്തിൻ്റെ വായിലും അവൻ നാക്കില്ല, കിള്ളി നോക്കിയാൽ അറിയണം. പറയാൻ ഭയങ്കര മിടുക്കായിരുന്നു. നാട്ടുകാർ പറയുന്നത് കേട്ട് ഭയങ്കര മിടുക്കോടെയൊക്കെ പറഞ്ഞു. 4 മറുപടിയാണ് പട്ടപട്ടാന്ന് പറഞ്ഞു വന്നത്. പക്ഷേ ആമേൻ, യേശു ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പം അവർക്ക് പറയാൻ മറുപടിയില്ല. ഈ ചോദ്യം അവസാനിച്ചപ്പോൾ തന്നെ മൗനതയെ വിട്ടെറിഞ്ഞുകൊണ്ട് പത്രോസ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, യേശുവേ, എനിക്ക് പറയാനുണ്ട്. ഞാനൊരു സത്യം അറിഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ എത്ര പേർക്ക് ആ സത്യം പറയാൻ കഴിയും? ആമേൻ. പത്രോസ് മൗനതയെ വിട്ടെറിഞ്ഞുകൊണ്ട് പറഞ്ഞ പദം എന്താണെന്നറിയാമോ? ഞാനൊന്ന് പറയാം. എനിക്ക് കിട്ടിയ വെളിപ്പാട് എന്താണെന്നറിയാമോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ലോകത്തിൽ നിന്ന് കിട്ടിയ വെളിപ്പാടല്ല. നിന്റെ ഒപ്പം നടന്നപ്പോൾ, അപ്പൻ്റെ ഒപ്പം നടന്നപ്പോൾ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ, നിന്റെ സാമീപ്യം ഞാൻ അനുഭവിച്ചപ്പോൾ, നിന്റെ ചൂട് ഞാൻ അനുഭവിച്ചപ്പോൾ, നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടപ്പോൾ, എൻ്റെ ശരീരത്തിൽ നിന്റെ കരം തൊട്ടപ്പോൾ, എനിക്ക് കിട്ടിയ വെളിപ്പാട് നീ വേറെ ആരുമല്ല, നീ പ്രവാചകനല്ല, നീ ഏലിയാവല്ല, നീ യോഹന്നാൻ സ്നാപകനല്ല, നീ ഇരമ്യാവല്ല, മറിച്ച് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട്. അപ്പൻ്റെ കൂടെ നടന്നാൽ കുഞ്ഞേ, ഇന്ന് രാത്രിയിൽ പറയാം, യേശു ആരാണെന്നുള്ള വെളിപ്പാട് നമ്മുടെ കുടുംബത്തിൽ വരും. ആമേൻ. അപ്പൻ്റെ കൂടെ നടന്നാൽ യേശു ആരാണെന്നുള്ള വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് വരും. ആ വെളിപ്പാട് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ തീർച്ചയായും ഇന്ന് രാത്രിയിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുക തന്നെ ചെയ്യും. അവൻ ലോകത്തിന് വേണ്ടിയല്ല, ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഏതൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും ഇന്ന് രാത്രിയിൽ പറയാം, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതും. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്തളത്തിൽ കത്തിത്തുടങ്ങണം. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് കത്തിത്തുടങ്ങണം. യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ശുശ്രൂഷയ്ക്കകത്തളത്തിൽ വെളിപ്പെട്ടു വരണം. ഇനി പത്രോസിനോടൊന്ന് ചോദിച്ചേ, നമ്മുടെ വിഷയം പത്രോസാ. പത്രോസേ, ഈ വെളിപ്പാട് നിനക്ക് എവിടെ നിന്ന് കിട്ടി? ഈ വെളിപ്പാട് എവിടെ നിന്ന് കിട്ടി?
പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും, അപ്പൻ്റെ ഒപ്പമാണ് ഞാൻ നടന്നേ. 21 ദിവസം നമ്മൾ അപ്പൻ്റെ ഒപ്പം നടന്നോണം. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. 21 ദിവസം നമ്മൾ അപ്പൻ്റെ ഒപ്പം നടക്കാൻ പോവുക. ചുരുങ്ങിയ ചില ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ. ആമേൻ. ബാക്കി 3 ദിവസങ്ങൾ അവസാനിച്ചു. ഇനി ചുരുങ്ങിയ ദിവസം നമ്മുടെ മുൻപിലിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ അപ്പൻ്റെ ഒപ്പം നമ്മൾ നടക്കാൻ പോകുകയാ. യേശു ശിഷ്യന്മാരെ വിട്ടുപോകാൻ അധികം നാളുകളൊന്നുമില്ലായിരുന്നു. ഭൂമിയിലുള്ള അവരോടുള്ള സഹവാസം അവസാനിപ്പിച്ച് യേശു മടങ്ങിപ്പോകുന്നതിന് മുൻപ് തന്നെ ആമേൻ ഒപ്പം നടന്ന ആ സമയത്തിനുള്ളിൽ പത്രോസിനൊരു വെളിപ്പാട് കിട്ടി. ഇവൻ വെറുതെ വന്നവനല്ല, ഇവൻ വെറുതെ അയക്കപ്പെട്ടവനല്ല, ഇവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന വെളിപ്പാട് പത്രോസിന് കിട്ടിയെങ്കിൽ 21 ദിവസം അവസാനിക്കുന്നതിന് മുൻപ് ദൈവസഭയെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവമക്കൾക്ക് വെളിപ്പെട്ടു വരണം. ദൈവദാസന്മാരെ കുറിച്ചുള്ള വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരണം. ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഈ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരണം. ഈ നമ്മുടെ പരിസര പ്രദേശങ്ങളിലുള്ള നമ്മുടെ അയൽവാസികളെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരണം. അന്യോന്യമുള്ള ഒരു വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരട്ടെ. വെറുതെ മടങ്ങി വന്ന് പോകരുത്, വെറുതെ കടന്നു വന്ന് പോകരുത്, വെറുതെ ഇരുന്നിട്ട് പോകരുത്. ഇന്ന് രാത്രിയിൽ വചനം പറയുന്നു, സ്വർഗത്തെ കുറിച്ചുള്ള വെളിപ്പാട് ആമേൻ പത്രോസിന്റെ ജീവിതത്തിൽ കൈമാറിയതുപോലെ, യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പത്രോസിന്റെ ജീവിതത്തിൽ കൈമാറിയതുപോലെ, ദേശങ്ങളെ കുറിച്ചുള്ള വെളിപ്പാട് പത്രോസിന് കൈമാറിയതുപോലെ നമ്മുടെ ദൈവസഭയ്ക്കകത്തും ഈ വെളിപ്പാടുകൾ കൈമാറട്ടെ. ആ വെളിപ്പാട് ദൈവത്തിൻ്റെ കരുതലല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുന്ന ദൈവത്തിൻ്റെ കരുതലല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളൊരു തീരുമാനമെടുക്കപ്പ, ഇത് ആശീർവാദം പറയുന്നതിന് മുൻപ് ആ ഒരു വെളിപ്പാട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന്. എൻ്റെ കൂടെ പറഞ്ഞേ, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, ഇവിടെയാണ് നമ്മൾ പിണങ്ങാൻ പോകുന്നത്. ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്, ഒച്ചയ്ക്ക് പറ, ആരാണ്? ആരാ വെളിപ്പെടുത്താതിരുന്നത്? ജഡരക്തങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയതല്ല. ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്. അപ്പൊ എൻ്റെ ഒരു ചോദ്യം, ജഡരക്തങ്ങളും ചിലത് വെളിപ്പെടുത്തും, ജഡരക്തങ്ങളും ചിലത് പ്രവചിക്കും, ജഡരക്തങ്ങളും വായിൽ വരുന്നതൊക്കെ ചിലത് പ്രസ്താവിക്കും. എന്താ സന്ദേശമെന്നറിയാമോ? ജഡരക്തങ്ങൾ വെളിപ്പെടുത്തുന്നതിൻ്റെ പുറകെ ദൈവസഭ പോകരുത്. നമ്മുടെ ദൈവസഭയ്ക്ക് ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. ദൈവമക്കൾക്കൊരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടുണ്ട്. തോന്നുന്നത് പോലെ നടക്കാനും, തോന്നുന്നിടത്ത് പോയി നിൽക്കാനും, തോന്നുന്ന വസ്ത്രങ്ങൾ ധരിക്കാനും ദൈവസഭയ്ക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥ. പത്രോസിനോട് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. അപ്പം അതിൻ്റെ അർത്ഥം ജഡരക്തങ്ങളും ചിലത് പറയും. പറയുന്നതൊക്കെ കേട്ടാൽ ചിലപ്പോൾ അറിയാം. ഞാൻ ഈ ചില സമയത്ത് പറയാറുണ്ട്, ചിലതൊക്കെ സായിൽ തുടങ്ങി സായിൽ അവസാനിക്കും. അങ്ങനെ കേൾക്കുന്ന പ്രവചനമാണ് ചിലർക്ക് ഇഷ്ടം. കേട്ടിട്ടില്ലേ? സാസായൊക്കെ പറഞ്ഞു പിന്നെ അങ്ങ് തീർക്കുന്നതാണ് ചിലർക്ക്. എന്നാലേ ഒരു പഞ്ചുള്ളൂ പാസ്റ്റേ, എന്നാലേ ആ പ്രവചനത്തിനൊരു പഞ്ചുള്ളൂ. ചുമ്മാ വന്നിട്ട് കാടടച്ച് വെടിവെക്കുന്നത് എന്തൊക്കെയോ പറഞ്ഞങ്ങ് പോയി പാസ്റ്റേ. എന്നാൽ വിളിച്ചിട്ട് സാ ഈ സായുള്ള പേര് കേൾക്കുമ്പം തന്നെ ഉണ്ടല്ലോ 3-4 സാമാർ അവിടെ ഇരുന്നിട്ട് ഈ കരണ്ട് അടിച്ചതുപോലെ ഒരു ഒറ്റ വൈബ്രേറ്റിങ്ങാ. അപ്പം പിടികിട്ടും, അന്നേരം അടിച്ചേക്കും, അന്നേരം വീഴും, ഒരു നറുക്കിട്ടതുപോലെ. യേശു പത്രോസിനോട് പറഞ്ഞ ജഡരക്തങ്ങളാണ് വെളിപ്പെടുത്തിയത് പത്രോസെ നിനക്ക്, അതുകൊണ്ടാണ് നിനക്ക് ഇത്ര കൃത്യതയോടെ പറയാൻ പറ്റിയത്. അങ്ങനെയാണോ പറഞ്ഞേ? എടാ, ജഡരക്തങ്ങൾ വെളിപ്പെടുത്തും. ഈ കാലഘട്ടത്തിൽ ദൈവസഭയോട് പ്രവചനാത്മാവിൽ ഞാൻ പറയുകയാ, കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയൊക്കെ പുറകെ പോകരുത്.
ആമേൻ ചുമ്മാ കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. കൈപൊക്കി പിടിച്ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് അതിൻ്റെ അടിയിൽ ഓടിക്കൊണ്ട് തലവെച്ച് കൊടുക്കരുത്. അപകടത്തിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടി ഞാൻ പറയാം, ദൈവസഭകളെല്ലാം തീരാത്ത മാറാത്ത ഒരു അപകടത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത്. ഇന്ന് രാത്രിയിൽ PMG ചർച്ചിൻ്റെ അകത്തു കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരോടും ദൈവമക്കളോടും ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ സ്നേഹത്തോടെ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാ. മറക്കരുതേ, മറക്കരുതേ, ജഡരക്തങ്ങളുടെ പുറകെ ഓടരുത്. ദൈവസഭ വ്യവസ്ഥക്കകത്ത് ഓടുന്ന സഭയാകട്ടെ. സങ്കീർത്തനം 80:9 പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ അതിനൊരു തടമെടുത്തു. അച്ഛാ, ഈ തടത്തിൻ്റെ അകത്ത് നിൽക്കാനേ നമുക്ക് അനുവാദമുള്ളൂ. തടം വിട്ട് പുറത്തോട്ട് വളരാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. തോന്നുന്നത് പോലെ നടക്കാനും തോന്നുന്നത് പോലെ ജീവിക്കാനും തോന്നുന്നത് പോലെ സംസാരിക്കാനൊന്നും ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. 32 പല്ലും അതിൻ്റെ ഇടയ്ക്ക് വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ഒരു നാക്കും, എന്തും പറയാം എന്നുള്ള ലൈസൻസ് ദൈവം നമുക്ക് തന്നിട്ടില്ല. പടപടാന്ന് വീട്ടിൽ നിന്ന് 1 പറഞ്ഞ് അച്ചായനോട് 9 പറഞ്ഞ് അമ്മാമ്മയുടെ മുതുകിന് ഒരു ഒറ്റ ഇടിയും വെച്ച് കൊടുത്തിട്ട് ഞായറാഴ്ച പള്ളി വന്നിട്ട് എന്തതിശയമേ ഓ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. പാട്ടിന് വല്ല കുറവുണ്ടോ? എന്താ പാട്ട്! ഇടിയും കൊടുത്ത് 4 അമ്മാമ്മ 4 തെറിയും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കീബോർഡിന് മുമ്പേ കയ്യടി. പിള്ളേർ കീബോർഡൊന്ന് പുറകെ കൊണ്ടുവരാൻ വിടുന്ന പാട്. പക്ഷെ ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ടല്ലോ, വീട്ടിലോട്ട് ഞാനൊന്ന് ചെല്ലട്ടെ. പണ്ടൊരു അച്ചായൻ പറഞ്ഞതാ, ആരാധന കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരാൻ. പള്ളിയിലേക്ക് പോവുക, കക്ഷത്ത് ബൈബിളും വെച്ചോണ്ടാണ് പോകുന്ന അച്ചായൻ. പ്രശ്നമൊക്കെ ഉണ്ടാക്കി 2 കൂടി അടിയും പിടിയും തെറിയും ബഹളവും കഴിഞ്ഞിട്ട് പള്ളിയിൽ നീ ആരാധന കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാന്ന്. ബാക്കി അത് കഴിഞ്ഞിട്ട് പള്ളി വന്നിട്ടിരുന്ന് അടിക്കുന്ന അടിയുണ്ടല്ലോ, അമ്മാമ്മേനെ ഓർത്തിട്ടാണ് കൈയടിക്കുന്നത്. എന്തോ ഗതികേടാണെന്നറിയാവോ? എന്നിട്ട് കർത്തൃമേശയ്ക്ക് കൊടുത്ത അപ്പത്തിൻ്റെ അളവ് കുറഞ്ഞെന്നും പറഞ്ഞ് പാസ്റ്ററോട് മെക്കിട്ട് കയറും. മിണ്ടുന്നില്ല. ദൈവസഭയ്ക്കകത്ത് നടക്കുന്ന കാര്യമാണ് പറഞ്ഞേ. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും അഭിഷക്തന്മാർക്കും ദൈവം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. വായി തോന്നുന്നത് പോലെ പറഞ്ഞ് നടക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചിട്ടില്ല. അതും ഇതും പറഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കയറി സ്വോത്രം പറയാമെന്ന് വിചാരിക്കരുത്. ക്രമീകരിക്കപ്പെടേണ്ടുന്ന ഭാഗം ഭവനത്തിൽ വെച്ച് ക്രമീകരിച്ച ആലയത്തിൽ കയറാവുള്ളൂ. ഇത് വിശുദ്ധ സ്ഥലമാണ്. നമുക്ക് തോന്നുന്നത് പോലെ നടന്നിട്ട് കാലെടുത്ത് കുത്താൻ കഴിയുന്ന സ്ഥലമല്ല ഇത്. കരമുയർത്തി പിടിച്ച് നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദമൊന്നും കുറയ്ക്കണ്ട, ശബ്ദിയോടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ആ ഒരു വെളിപ്പാട് പത്രോസിന് കിട്ടിയതുപോലെ അത് ജഡരക്തങ്ങൾ വെളിപ്പെടുത്താതെ ആമേൻ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് കൈമാറിയതുപോലെ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യത്തിൽ ദൈവസഭയോട് ഞാൻ ദൂത് പറയുകയാ. 21 ദിവസത്തിൻ്റെ ഉപവാസ പ്രാർത്ഥന, ചില വെളിപ്പാട് പിതാവായ ദൈവം ഈ ആലയത്തിൽ വെളിപ്പെടുത്തി തരുമെന്ന്. ആമേൻ. ചിലരെ കുറിച്ചുള്ള വെളിപ്പാടുകൾ, ചില ദേശത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, ദൈവസഭകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ഇന്ന് രാത്രിയിൽ ആലയത്തിന്റെ അകത്ത് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും.
ഒരു ബൈക്ക് കണ്ടാൽ അതിന് ലിഫ്റ്റ് കാണിക്കും. പണ്ട് ലിഫ്റ്റൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ കാണിക്കുന്ന കാണാമായിരുന്നു. പണ്ട് ആൺപിള്ളേർ മാത്രമേ കാണിക്കത്തുള്ളൂ. ഇപ്പം പെൺപിള്ളേരും തുടങ്ങിയിട്ടുണ്ട്. കിട്ടുന്ന ബൈക്കിനെല്ലാം ലിഫ്റ്റും കാണിച്ച് സ്കൂളിൽ നിന്ന് പോവുക, ബാഗും തൂക്കി. എന്നിട്ട് അതിലേ ഇതിലേയും കറങ്ങി അതിലേ ഇതിലേയും പോയി ഐസ്ക്രീമും മേടിച്ച് തിന്ന് മുട്ടായും മേടിച്ച് എല്ലാം കഴിച്ചിട്ട് ഞായറാഴ്ച വന്നിരുന്നിട്ട് എന്നെ ആരാധനയാണെന്നറിയാം. അടിച്ച് ചുരുട്ടും തമ്പുരാൻ. മര്യാദയ്ക്ക് ക്രമീകരിച്ച് പ്രാർത്ഥിച്ചോണം. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല. ഇന്ന് രാത്രിയിൽ ഇന്നലകളിൽ സംഭവിച്ചതല്ല, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ഏറെ നല്ലതെന്നുള്ള അഭിമാനത്തോടെ സ്തോത്രം പറയുന്ന നിലവാരത്തിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ മാറട്ടെ. ദൈവാത്മാവനോട് പറയുന്ന ഒരു ദൂത് ഇങ്ങനെയാ, ആമേൻ, നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഒരു കരച്ചിലിൻ്റെ ഉപവാസമായി മാറട്ടെ. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ ഒരു കണ്ണുനീരിൻ്റെ ഉപവാസമായി മാറട്ടെ. നമ്മൾ ഇരിക്കുന്ന നിലത്ത് ഒരു കണ്ണുനീരിൻ്റെ പുഴയൊഴുകുന്ന നിലവാരത്തിൽ നിലവിളികൾ 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 ആലയത്തിന്റെ അകത്ത് ഉയരട്ടെ. കരച്ചിലുകൾ ഉയരട്ടെ. നെടുമ്പാട് വീണ് ദൈവത്തോട് നിലവിളിക്ക്. അപ്പോ തെറ്റിപ്പോയി തെറ്റിപ്പോയി, വ്യവസ്ഥയ്ക്ക് പുറത്ത് ഞാൻ ആയിപ്പോയി. ഇന്ന് രാത്രിയിൽ ആ വ്യവസ്ഥയ്ക്കകത്ത് തന്നെ ഒന്ന് നിർത്തണമേ. കരമുയർത്തി നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പത്രോസിനോട് യേശുക്രിസ്തു പറഞ്ഞു, പത്രോസേ, ഇത് ലോകമല്ല നിനക്ക് വെളിപ്പെടുത്തിയേ. ലോകത്തിൻ്റെ വെളിപ്പാട് നിനക്ക് വരത്തില്ല. കാരണം നീ എൻ്റെ കൂടെ ഇരുന്നതല്ലേ. ആമേൻ. ചില ഉപവാസങ്ങൾ നീ എൻ്റെ കൂടെ ഇരുന്നതല്ലേ. ചില പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഇരുന്നതല്ലേ. ആമേൻ. ഇങ്ങനെ പറഞ്ഞങ്ങ് പോകാം. ചില മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് എൻ്റെ കൂടെ നീ ഇരുന്നതല്ലേ. ദൈവസഭയെ ആമേൻ. ചില ആരാധനകൾക്ക് നീ വിശ്വസ്തയോടെ എൻ്റെ സന്നിധിയിൽ ഇരുന്നതല്ലേ. എൻ്റെ സന്നിധിയിലിരുന്ന് കണ്ണുനീരൊഴുക്കിയതല്ലേ. എൻ്റെ സന്നിധിയിലിരുന്ന് നിലവിളിച്ചതല്ലേ. ഇന്ന് രാത്രിയിൽ ലോകത്തിൻ്റെ വെളിപ്പാട് നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല. ലോകത്തിൻ്റെ വെളിപ്പാട് നിൻ്റെ അരികിൽ വരാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്നു, ആമേൻ, നിൻ്റെ അരികിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ വെളിപ്പാട് തന്നെ ഞാൻ പറഞ്ഞു വിടുമെന്ന്. എത്ര പേരത് ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നുണ്ട്? എനിക്കത് മാത്രം മതിയപ്പ. സ്വർഗത്തിൻ്റെ വെളിപ്പാട് മാത്രം എനിക്ക് മതി. പിതാവായ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പാട് മാത്രം എനിക്ക് മതി. തലമുറകളെ, ഇന്ന് രാത്രിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ദൈവത്തോട് പറഞ്ഞ്, അപ്പാ, ഒന്നും എനിക്ക് വേണ്ട, ഒന്നും എനിക്ക് വേണ്ട. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് പിതാവായ ദൈവം പത്രോസിന് വെളിപ്പെടുത്തിയതുപോലെ ഇന്ന് രാത്രിയിൽ പിതാവിന്റെ വെളിപ്പാട് ഞങ്ങളുടെ സഭയ്ക്കകത്ത് വരട്ടെ, ഞങ്ങളുടെ തലമുറകളിൽ വരട്ടെ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ വരട്ടെ. എനിക്ക് യേശുവിൻ്റെ ചില മറുപടികളും ചോദ്യങ്ങളും മറുപടികളും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കും. യേശു പത്രോസിനോട് പറഞ്ഞു, ഇത് ജഡരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, പിതാവായ ദൈവമാണ് നിനക്ക് എന്ത് ചെയ്തേ, വെളിപ്പെടുത്തി തന്നെ. അത് കഴിഞ്ഞുള്ളൊരു സന്ദേശം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പത്രോസിനോട് പറയാം, പത്രോസേ, എനിക്ക് ഇനി നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പത്രോസ് ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെയാണ് പത്രോസിനോട് പറഞ്ഞേ. അതിൻ്റെ ഇടയിലുള്ള ഭാഗം അങ്ങ് വിടുകയാണ്, സമയമില്ലാത്തതുകൊണ്ട്. പത്രോസിനോട് കൊടുത്തൊരു ഗിഫ്റ്റാണ് പറയാൻ പോകുന്നത്. ദൈവസഭയ്ക്ക് നൽകുന്നൊരു ഗിഫ്റ്റാണ് പറയാൻ പോകുന്നത്. പത്രോസേ, എനിക്ക് ഈ ഒരു കാര്യം നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് നിനക്കൊരു ഗിഫ്റ്റ് തരാതെ വിടാൻ പറ്റത്തില്ല. നല്ല രാമയും പറഞ്ഞേ. ഉപവാസത്തിൽ ഇന്ന് രാത്രി ദൈവസഭയ്ക്കകത്ത് ആവലോടെ, ആവേശത്തോടെ, ആവശ്യബോധത്തോടെ ആലയത്തിൻ്റെ അകത്ത് ആമേൻ ആഗതരായിരിക്കുന്ന ദൈവജനത്തോട് അത്യുന്നതനായ ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നെക്കുറിച്ചുള്ള വെളിപ്പാട് ദൈവസഭയ്ക്കകത്ത് പറഞ്ഞു കേട്ട് അത് അനുഭവത്തിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾക്കൊരു സമ്മാനം തരാതെ ഞാൻ വിടത്തില്ല. ഇന്ന് രാത്രിയിൽ പത്രോസിന് കൊടുത്ത സമ്മാനം ദൈവസഭയ്ക്കകത്ത് ദൈവം കൈമാറുകയാ. എന്താണെന്നറിയാമോ? പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിന്റെ കരത്തിൽ തരാൻ പോകുകയാ. മറ്റാരുടെ കരത്തിലും അത് കൊടുക്കത്തില്ല. ഇന്ന് രാത്രിയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് PMG ചർച്ചിനോട്, ആമേൻ, ഈ പ്രസ്ഥാനത്തോട് വ്യക്തമായി പറയുന്നു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളുടെ കരത്തിൽ തരികയാ. എന്താ സ്വർഗരാജ്യത്തിന്റെ താക്കോലിന്റെ പ്രത്യേകത? അടഞ്ഞുപോയ ചിലതിനെ തുറക്കത്തക്ക നിലവാരത്തിൽ, അടഞ്ഞുപോയ ചില പട്ടണങ്ങളെ തുറക്കത്തക്ക നിലവാരത്തിൽ, അടഞ്ഞുപോയ ചില ഭവനങ്ങളെ
ഭവനങ്ങളെ കരമടിച്ചിന്ന് രാത്രിയിൽ അത് ഊതേറ്റെടുത്ത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ കരതലങ്ങളിലേക്ക് സ്വർഗം കൈമാറുന്നത് അടഞ്ഞുപോയ ചിലതിനെ തുറക്കാൻ തുറക്കാൻ തുറക്കാൻ, അടഞ്ഞുപോയ ചില പട്ടണങ്ങളെ തുറക്കാൻ, അടഞ്ഞുപോയ ഭവനങ്ങളെ തുറക്കാൻ, അടഞ്ഞുപോയ ദേശങ്ങളെ തുറക്കാൻ, അടഞ്ഞുപോയ നന്മകളെ തുറക്കാൻ, അടച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ ആത്മാവിൽ തുറക്കാൻ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ചിലതിന്മേൽ ചില അഭിഷക്തന്മാരുടെ കരങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറുകയാ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച്, അത് ഏറ്റെടുത്ത് ആരാധിച്ച് ചില പട്ടണങ്ങളെ ഞങ്ങൾ തുറക്കും, അടഞ്ഞുപോയ ചില ദേശങ്ങളെ ഞങ്ങൾ ആത്മാവിൽ തുറക്കും. ദൈവദാസനെ, ശുശ്രൂഷയ്ക്ക് മുൻപിൽ അടഞ്ഞുപോയ ചില വാതിലുകളുണ്ട്, അടച്ചുവെച്ച ചില പട്ടണങ്ങളുണ്ട്. ഇന്ന് രാത്രിയിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് അത് നമ്മൾ തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തലമുറകളുടെ ഭാവി അസ്ഥാനത്താക്കി അവരുടെ ഭാവിയെ അടച്ചു വെച്ച് ഒരിക്കലും തുറക്കാത്ത നിലവാരത്തിൽ വല്ലാതെ പൂട്ടി അതിൻ്റെ അകത്തിട്ട് ആമേൻ ആമേൻ പൈശാചിക വൃന്ദങ്ങൾ ഒരുപോലെ കൊണ്ടാടുമ്പോൾ ഇന്ന് രാത്രി വചനം പറയുന്നു, ഇല്ല, അത് തുറക്കത്തക്ക നിലവാരത്തിൽ പിശാച് അടച്ചു വെച്ചിരിക്കുന്ന നിന്റെ തലമുറയുടെ ഭാവി തുറക്കത്തക്ക നിലവാരത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാത്രി കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ കരമടിച്ചതെന്ന് സ്വീകരിച്ച് ഞങ്ങളുടെ തലമുറയെ നോക്കി, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി ഇന്ന് രാത്രി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അവരുടെ മുൻപിലുള്ള വഴികൾ തുറക്കട്ടെ. അടഞ്ഞുപോയ ചില ഭാവി യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. തലമുറകൾ ഇന്ന് രാത്രിയിൽ ഇത് ഏറ്റെടുത്താട്ടെ. കുഞ്ഞുങ്ങൾ ആത്മാവിൽ സ്വീകരിച്ചാട്ടെ. വെറുതെ ഇരിക്കരുത്. ആത്മാവിൽ നിങ്ങളുടെ ഭാവി അവൻ തുറക്കുകയാ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആത്മാവിൽ അവൻ തുറക്കുകയാ. ആത്മാവിൽ അവൻ തുറക്കുന്നു, വഴികൾ തുറക്കുന്നു, വാതിലുകൾ തുറക്കുന്നു, ഭാവി മേഖലകൾ തുറക്കുന്നു. അസാധാരണമായ ചില വഴികൾ യേശുവിന്റെ നാമത്തിൽ തലമുറകളുടെ മുൻപിൽ സ്വർഗം തുറന്നു തരികയാ. പ്രാർത്ഥിച്ചേ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിയിൽ വാതിൽ തുറക്കട്ടെ. വഴി തുറക്കട്ടെ. അടഞ്ഞുപോയ വഴികൾ, ജോലി മേഖലകൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആത്മാവിൽ തുറന്നെടുക്ക്. പ്രാപിച്ചേ. ആത്മാവിൽ പ്രാപിച്ചെടുക്ക്. ഇന്ന് രാത്രിയിൽ ചില വാതിലുകൾ തുറക്കുന്നു. അടഞ്ഞുപോയ ചില വാതിലുകൾ അവൻ തുറന്നു തരുന്നു. ചില തലമുറകളുടെ കരങ്ങളിലേക്ക് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കരുതുകയാ. സംഭവിക്കട്ടെ. ഇന്ന് രാത്രി സംഭവിക്കട്ടെ. ആമേൻ. ചില പ്രപ്പോസലുകൾ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തില് ചില മാതാപിതാക്കളുടെ മുൻപിൽ അഭിഷക്തന്മാരെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് മുൻപിൽ വഴി മുടക്കി നിൽക്കുന്ന ചില തടസ്സങ്ങളെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ആത്മാവിൽ തുറക്കുകയാ.
പൊട്ടട്ടെ 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 കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ യേശു ചിലതിനെ തൊടുന്നു. യേശു ചിലതിനെ തൊടുന്നു. യേശു ചിലതിനെ തൊടുന്നു. തലമുറകളെല്ലാം ആരാധിച്ച്, തലമുറകളെല്ലാം ആരാധിച്ച്, തലമുറകളെല്ലാം ആരാധിച്ച്. വഴി തുറക്കുകയാ, വഴി തുറക്കുകയാ. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ച, ആകുലപ്പെട്ട ചില വിഷയത്തിന്റെ നടുവിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറി തലമുറകളുടെ മുൻപിലുള്ള വാതിലുകൾ അവൻ തുറക്കുന്നു. തുറക്കട്ടെ തുറക്കട്ടെ തുറക്കട്ടെ. ആത്മാവിൽ തുറക്കട്ടെ, ആത്മാവിൽ തുറക്കട്ടെ, ആത്മാവിൽ സംഭവിക്കട്ടെ, ആത്മാവിൽ സംഭവിക്കട്ടെ, ആത്മാവിൽ സംഭവിക്കട്ടെ. ഓപ്പണായി വാ, ഓപ്പണായി വാ. വാതിലുകൾ തുറന്നു വരട്ടെ, വാതിലുകൾ തുറന്നു വരട്ടെ. ശുശ്രൂഷയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. അടച്ചിട്ട ദേശം തുറക്കട്ടെ. ആ ആ ആ ആ come on, come on. Come the Holy Spirit, come the Holy Spirit. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വായ്കളെ തുറന്ന്, വായ്കളെ തുറന്ന്, ചില മിനിറ്റുകൾ വായ്കളെ തുറന്ന്. അഭിഷേകം വെളിപ്പെടുന്നു, അഭിഷേകം വെളിപ്പെടുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ സ്വർഗം കൈമാറുന്നു. വെളിപ്പാട് കൈമാറുന്നു, വെളിപ്പാട് കൈമാറുന്നു. ഇന്ന് വരെ കാണാത്ത ഒരനുഭവം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അഭിഷക്തന്മാർ ചേർന്ന് ആരാധിച്ച്, അഭിഷക്തന്മാർ ചേർന്ന് പ്രാർത്ഥിച്ച്. ഇന്ന് രാത്രി നമ്മുടെ തലമുറകളെ നോക്കി, നമ്മുടെ സഭയെ നോക്കി, നമ്മുടെ പ്രസ്ഥാനത്തെ നോക്കി ഇന്ന് രാത്രി ആത്മാവിൽ പ്രഖ്യാപിക്ക്, ഞങ്ങൾ തുറക്കുക തന്നെ ചെയ്യും. അടഞ്ഞ വാതിൽ ഞങ്ങൾ തുറക്കും, അടഞ്ഞ വാതിൽ ഞങ്ങൾ തുറക്കും. വാതിലുകൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. അടഞ്ഞുപോയ വാതിലുകൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് ഇന്ന് രാത്രി നമ്മൾ ആത്മാവിൽ തുറക്കാൻ പോകുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ സെക്ഷന്റെ അവസാനത്തെ സെക്കൻഡില്, മിനിറ്റുകളിൽ ആത്മാവിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, അടച്ചു വെച്ച അവകാശവാദം പറയുന്ന പൈശാചികനെ ഇന്ന് രാത്രി ഞങ്ങൾ ദൈവസഭ ഒരുമിച്ച് പറയുന്നു, നീ ഏതൊക്കെ വാതിലടച്ചാലും ഇന്ന് രാത്രി ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് അത് ആത്മാവിൽ തുറക്കുകയാ, അത് ആത്മാവിൽ തുറക്കുകയാ.
കത്തട്ടെ, 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 കത്തട്ടെ. കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. മൂന്ന് കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ വന്നപ്പോൾ മൂന്ന് കാര്യം പത്രോസ് ചെയ്തു. പ്രസംഗിക്കുന്നില്ല, വിഷയം പറഞ്ഞങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന്, പത്രോസ് സ്വർഗം തുറന്നു. നല്ല രാമയും പറഞ്ഞേ. 120 പേര് മുഴങ്കാലും അടക്കിയിരിക്കുന്ന നടുവിൽ നിന്ന് താക്കോല് കയ്യിൽ കിട്ടിയവൻ ചാടി എഴുന്നേറ്റു. 119 പേര് നോക്കി നിൽക്കുമ്പോൾ ആമീൻ വായ് തുറക്കുന്നതിന് മുൻപ് പത്രോസ് എഴുന്നേറ്റ പാടെ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പറന്നിറങ്ങി. നല്ലൊരു ആമയും പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയുകയാ, നീ മുഴങ്കാലും മടക്കിയിരിക്കുന്നിടത്ത് നിന്ന് താക്കോല് നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആമേൻ ആരൊക്കെ ഇരുന്നാലും നിനക്കിരിക്കാൻ കഴിയത്തില്ല. അവരുടെ നടുവിൽ നിന്ന് നീ എഴുന്നേറ്റാൽ നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുക തന്നെ ചെയ്യും. 2, പത്രോസ് ഹൃദയത്തെ തുറന്നു. 1 സ്വർഗം തുറന്നു, 2 ഹൃദയത്തെ തുറന്നു. എന്താ? മാനസാന്തരം, പാപമോചനം, രക്ഷ, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ നിറവിൽ നിന്ന് പത്രോസ് പ്രസംഗിച്ചപ്പം ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തിൻ്റെ ഹൃദയം തുറന്നു. എടാ, പിശാച് ഒരുപോലെ പറഞ്ഞു, ഒറ്റ ഒരെണ്ണത്തിനെ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. പിശാച്, നീ പറഞ്ഞ് ഒരെണ്ണത്തിനെയാ, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി 3000 എണ്ണത്തിന് തരാൻ കരുത്തുള്ളവൻ ഞങ്ങളോട് കൂടെയുണ്ടെന്ന്. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ആമേൻ. 1 പത്രോസ് സ്വർഗം തുറന്നു, 2 ആമേൻ ഹൃദയം തുറന്നു, 3 പത്രോസ് പട്ടണങ്ങളെ തുറന്നു. പത്രോസ് കാലെടുത്തു വെച്ച പട്ടണം പത്രോസിന്റെ മുൻപിൽ അടവായി തീർന്നില്ല. പട്ടണത്തിന്റെ വാതിലുകളെ സ്വർഗം തുറന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ അഭിഷക്തന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ദേശത്തിന്റെ അകത്ത് ഏതൊക്കെ വാതിലുകളിട്ട് പിശാച് പൂട്ടിയാലും ആ വാതിലുകളെ തുറക്കാൻ കരുത്തുള്ള ഒരു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ അവൻ നിങ്ങളുടെ കരത്തിൽ കൈമാറുകയാണ്. മൂന്ന് വിധത്തിലുള്ള ദൈവപ്രവർത്തി പത്രോസിൻ്റെ ജീവിതത്തിൽ വന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്ന ദൈവിക കരുതൽ അനുഭവിച്ചു കഴിഞ്ഞ പത്രോസ് പറയുകയാ, സ്വർഗരാജ്യത്തിൻ്റെ കരുതൽ എനിക്ക് വേണ്ടി കരുതിയ ദൈവം എന്നെ കൊണ്ട് 3 വിധത്തിലുള്ള പ്രവർത്തി ചെയ്തെങ്കിൽ, ആകയാൽ ദൈവസഭയെ ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിൽ പത്രോസ് ഈ വേദവചനം എഴുതിയതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ ആമേൻ സംഭവിക്കത്തില്ല എന്ന് ഞാൻ കരുതിയ അതേ വിഷയത്തിൻ്റെ അകത്ത് എനിക്ക് വേണ്ടി ചില പ്രത്യേക അനുഭവങ്ങൾ എന്നെ കൊണ്ട് ദൈവം ചെയ്തെടുപ്പിച്ചെങ്കിൽ, അഭിമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവസഭയെ അവൻ നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ നിന്ന് വിട പറയുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെല്ലാം ഒന്ന് അടഞ്ഞാട്ടെ. കഴിയുന്നവരെല്ലാം വേഗത്തിലൊന്ന് എഴുന്നേറ്റാട്ടെ, വേഗത്തിലൊന്ന് എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് കരുതുന്ന ദൈവമാണ്, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ആമേൻ ഒരുക്കുന്ന ദൈവമാണ്. പത്രോസിനോട് ചേർന്നുകൊണ്ട് ഇന്ന് രാത്രി നമുക്കും പറയാം, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവൻ കരുതും, കുടുംബത്തിന് വേണ്ടി കരുതും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും, സാർവത്രിക മേഖലകളിൽ അവൻ നമുക്ക് വേണ്ടി കരുതും. എത്ര പേർക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയും? ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ഓ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും
എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇന്ന് രാത്രിയിൽ അവൻ നമുക്ക് വേണ്ടി ഒരു നിത്യത കരുതി വെച്ചിട്ടുണ്ട്. അവൻ നമുക്ക് വേണ്ടി ഒരു അനുഗ്രഹം കരുതി വെച്ചിട്ടുണ്ട്. അവൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അവൻ സകലതും കരുതി വെച്ചിട്ടുണ്ട്. വിശ്വാസമുള്ള ദൈവമക്കളെ കരമൊന്ന് ചേർത്തടിച്ച് പ്രത്യാശയോടെ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ അവൻ വേഗത്തിൽ കടന്നു വരുന്നുണ്ട്. നമുക്ക് വേണ്ടി നിത്യത കരുതി വെച്ചിട്ട്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സകലതും കരുതി വെച്ച് അവൻ കടന്നു വരുന്നുണ്ട്. ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും, കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് വിശ്വാസത്തോടെ വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാൻ. എല്ലാ കരവും ചേർത്തടിച്ച് മാത്രയിൽ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ, പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. ജീവനൂടി ഭൂതരെ പാർക്കും ശുദ്ധ ജീവനൂടി ഭൂതരെ പാർക്കും ശുദ്ധ. പോരാ, ശക്തിയോടെ കരങ്ങളെ അടിച്ച്, കരങ്ങളെ അടിച്ച് വായികളെ തുറന്ന് ഇന്ന് രാത്രിയിൽ അവൻ കരുതുന്ന ദൈവമല്ലേ? ആ കരുതുന്ന ദൈവത്തെ വായി തുറന്ന് ആരാധിച്ച് വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും ദൂതർ തുല്യരാ. വിണ്ണൂലകം പോകും, വിണ്ണൂലകം പോകും, വിണ്ണൂലകം വീരനാദത്തോടും പ്രധാന ദൈവദൂതർ ശബ്ദത്തോടും. ചില മിനിറ്റുകൾ യേശുവിനെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ കരുതുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമുക്ക് കരുതി അവൻ നമ്മളെ മാനിക്കുന്ന ദൈവമോ. വിശ്വാസത്തോടെ ഇന്ന് രാത്രിയിൽ അല്പനിമിഷം ആരാധിക്കട്ടെ. എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ പെട്ടെന്നുയർന്നു വാനിൽ ചേർന്നിടുമേ. കരമടിച്ച് ഉയർത്തു ശക്തിയോടെ നേടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമവർ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത ശക്തിയോടെ, ശക്തിയോടെ ഇന്ന് രാത്രിയിൽ വായികളെ തുറന്ന് അഭിഷേകത്തിന്റെ നിറവിൽ ആത്മപകർച്ചയുടെ വെളിപ്പാടിൽ ദൈവസഭയ്ക്കകത്ത് ദൈവിക കരുതലുകൾ തലമുറകളുടെ മേൽ വെളിപ്പെടുന്ന നിലവാരത്തിൽ, മാതാപിതാക്കളുടെ മേൽ വെളിപ്പെടുന്ന നിലവാരത്തിൽ ശക്തിയോടെ ആരാധിക്കട്ടെ. ദുരപൗടവരം തല വൈഷവരം തല ദൂരവരം തല ഗുണവാരികലാരികതാരികലാരീപക്ഷമനം.
Hallelujah, 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 hallelujah. Praise the Lord. Hallelujah. Hallelujah. കരവ് ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. ഓ, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. വെളിപ്പാട് പ്രാപിച്ച ധന്യനായ പത്രോസ് പറയുകയാ, കർത്താവിനെ രുചിച്ചറിഞ്ഞ പത്രോസ് പറയുകയാ, നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം. അതുകൊണ്ട് ഇനി ഒരു ആകുലതയും കൊണ്ട് ഇവിടുന്ന് പോകരുത്. ആമേ, സകല ആകുലതകളും സകല ചിന്താകുലവും കർത്താവിന്റെ സന്നിധിയിൽ ഇട്ടേച്ച് പോകണം. അവൻ കരുതുന്ന ഒരു കർത്താവാ. എത്ര പേർക്ക് ആ വിശ്വാസമുണ്ട്? നമുക്ക് വേണ്ടി കരുതുന്ന ഒരു യേശുവിനെ ഇന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്കൊരു കർത്താവ് അഭിഷക്തൻ പിന്നെയും അതേ സന്ദേശത്തിലൂടെ പറഞ്ഞല്ലോ, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിനോട് ചേർന്ന് നടക്കുക. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ചില അധികാര കൈമാറ്റം തരാൻ പോകുകയാ, ചില വെളിപ്പാടുകളെ ദൈവം തരാൻ പോകുകയാ. ഈ അധികാര കൈമാറ്റം പ്രാപിച്ചു കഴിഞ്ഞാൽ നീ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ഓ, നീ ഇവിടെ അടിക്കുന്നത് സ്വർഗത്തിൽ അടിയപ്പെടും. ചില അധികാര കൈമാറ്റങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നൽകി തരാൻ പോകുകയാ. ഓ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഓ, ചില അധികാരം ഹല്ലേലൂയ നിന്റെ മേൽ ഒരു താക്കോല് ദൈവം തരാൻ പോകുകയാ. ഹല്ലേലൂയ. കരുതുന്ന കർത്താവ്. ഓ, അവൻ നിങ്ങൾക്കായി കരുതുന്ന കർത്താവ്. ആമേൻ. മനുഷ്യൻ കരുതും എന്ന് പറഞ്ഞാൽ വാക്കുമാറും. മനുഷ്യന്റെ കരുതലെല്ലാം ആമേൻ പ്രതീക്ഷിച്ചത് ആമേൻ അതെ മാറിപ്പോയിട്ടില്ലേ? ഇന്ന് പകൽക്കാലം ഈ രാത്രികാലവും നമ്മൾ തിരിച്ചറിയണം, കരുതുന്ന ഒരു യേശു, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കരുതുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും പകലും ഹല്ലേലൂയ നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന് ഐശ്വര്യമായി വചനം സംസാരിച്ച ബഹുമാന്യ പാസ്റ്റർ ജോബി വയനാടിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ അഭിഷേകത്തിന് സഭയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി പിന്നെ ഉപയോഗിക്കട്ടെ. വന്ന് ചേർന്നവരെല്ലാം അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകട്ടെ. നാളെ നടക്കുന്ന പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥനയും അനുഗ്രഹമാകട്ടെ. നാളെയും കർത്താവിൽ പ്രസിദ്ധനായൊരു അഭിഷക്തൻ നമ്മുടെ മധ്യേ കടന്നു വരുന്നു. കർത്താവ് ശക്തമായി ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വന്ന് ചേർന്നവരെല്ലാവരും വിടുതലോടെ മടങ്ങിപ്പോകുകയാ, കർത്താവിന് മഹത്വം കൊടുത്ത് മടങ്ങിപ്പോകുകയാ. കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റർ ജോബിൻ ജോസഫ് മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ബഹുമാന്യ പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. പരിശുദ്ധ പിതാവ്, ഈ സ്വർഗീയ നല്ല ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത് രാത്രി അങ്ങയുടെ നാമത്തെ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് ഉയർത്തുവാൻ, കഥാവി പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ, ഒടുവിലായ അങ്ങയുടെ ശക്തമേറിയ ദൈവിക സന്ദേശം അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പാൻ ദൈവം ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തോത്രം. ഈ രാത്രി കർത്താവ് ഞങ്ങളുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ മേൽ കൈമാറിയ അങ്ങയുടെ എല്ലാ അധികാരങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, പത്രോസിന് വേണ്ടി സ്വർഗത്തിൻ്റെ കർത്താവേ ഹല്ലേലൂയ ആ താക്കോൽ കൈമാറിയെങ്കിൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ അവൻ്റെ ശുശ്രൂഷയുടെ നടുവിൽ അവൻ്റെ യാത്രയുടെ ഓരോ വേളകളിലും കർത്താവേ ഓരോ അധികാരങ്ങൾ ദൈവം കൈമാറിയെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന അങ്ങയുടെ വിശ്വസ്തതകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ അനേക ഹൃദയങ്ങളുടെ കവാടങ്ങളെ തുറക്കുന്ന ചില അധികാരങ്ങൾ ദൈവം ഞങ്ങൾ കൈമാറാൻ പോകുന്നതിനായി സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകൾ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ ദൈവ കൃപ പ്രാപിച്ച് പുറത്തു വരുവാൻ, ആ ദൈവിക അധികാരം പ്രാപിച്ച് പുറത്തു വരുവാൻ ഈ സഭയെ അങ്ങയുടെ ദാസന്മാരാകുന്ന ഞങ്ങളെ ജനത്തെ ദൈവം ഒരുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കും.
സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ പകലും ഈ രാത്രി ദൈവജനം ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ഭൃത്യനെ ദൈവം അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. പിന്നെ മൂർച്ചയുള്ള ആയുധമാക്കി ദൈവത്തിൻ്റെ ഭൃത്യനെ ഉപയോഗിക്കണമേ. ഈ കാലഘട്ടത്തിൻ്റെ കരുത്തിൻ്റെ പ്രവാചകനാക്കി ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവിൻ്റെ കരങ്ങളിൽ വായിക്കുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ് പൂർണ്ണമായി ഭാഗ്യമായി ഉപസിക്കുന്ന എല്ലാം നിന്റെ ജനത്തിനായി സ്തോത്രം. നിന്റെ ജനത്തെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും കൃപക്കുള്ളി മറയ്ക്കുകയും ചെയ്യണമേ. അങ്ങയുടെ വരവ് താമസമെങ്കിൽ നാളെ പിന്നെയും അങ്ങയുടെ സന്നിധി ഞങ്ങൾ കൂടി വന്ന് അങ്ങയുടെ നാമത്തെ ഒരുമിച്ച് ഉയർത്തുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകണമേ. തക്ക സമയത്ത് അങ്ങയുടെ ദാസനെ ഞങ്ങളുടെ മധ്യ അയക്കണമേ. ഇവിടെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. കുടുംബങ്ങൾക്കായി സഭയാ കൂടാരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കും. പിരിയാത്ത സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ പിതാവേ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും, വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവെ അവിടുത്തെ വചനം ആധികാരികമായി ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമേൻ. നാളെ പകലും രാത്രിയിലും കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ പാസ്റ്റർ PK യേശുദാസ് കാട്ടാക്കട ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കുന്നതാണ്. ദീർഘദിവസങ്ങൾ ഉപവസിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അതേ തോമസ് ഊട്ടി പാസ്റ്ററെ ഏൽപ്പിക്കണം എന്നുള്ള വസ്തുതയും ഓർപ്പിച്ചുകൊള്ളുന്നു.